ഇന്ന് ഇൻഷാ അല്ലാഹ് പല പ്രമുഖമായ സഹാബികളുടെ ജീവിതത്തിലെ ഏതാനും കൊച്ചു കൊച്ചു സംഭവങ്ങളിലൂടെ എന്നാൽ അതീവ ഗൗരവമായ മെസ്സേജ് ലോകത്തിന് നൽകുന്ന ചില പോയിന്റുകളിലൂടെ കടന്നു പോവുകയാണ്. അതിൽ ഒന്നാമത്തത്, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകുമെന്ന് ഖുർആൻ ഗ്യാരണ്ടി നൽകിയ ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തഫ്സീറുകളിൽ കാണാം, സൂറത്ത് റഅദ് 13-ാമത്തെ അധ്യായമാണ്. 21, 22, 23, 24, 25 വചനം. അതിലാണ് പറയുന്നത്, യദ്ഖുലൂന അലൈഹാ മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ മലക്കുകൾ വിളിക്കും. എന്നിട്ട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സ്വർഗ്ഗത്തിൽ പോയിക്കോളി. സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ വിളിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില ആളുകൾ സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ കടന്നു പോകും. അവൻ നബിയേ, എന്റെ കാര്യമോ? അബൂബക്കറേ, അങ്ങനെ ഒരാളുടെ കൂട്ടത്തിലാണ് അങ്ങേ ഞാൻ കാണുന്നത് അബൂബക്കറേ എന്ന് കള്ളം പറയാത്ത തിരുനബിയുടെ നാമം കൊണ്ട് പറഞ്ഞ ആളാണ് അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖിനെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരോടും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഉണ്ടായിരുന്ന ബന്ധം സാനിർഭേണ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. എനിക്കറിയാവുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഇതൊരു പോയിന്റ് ആയിട്ട് തന്നെ എടുക്കണം. ഇതാണ് ഞാൻ ആദ്യം പറയുന്ന പോയിന്റ്. അബൂബക്കർ സിദ്ദീഖിലേക്ക് ഞാൻ മടങ്ങും. സഹാബത്ത് ഖുർആൻ പഠിക്കാൻ കാണിച്ച ഒരു വ്യഗ്രതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അബൂ മൂസ അശ്അരി, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഹദീസിൽ വന്നതാണ്. എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുർആൻ ഓതി തരുമ്പോൾ ഞങ്ങൾ ആ സദസ്സിൽ ഒരു പക്ഷി ഞങ്ങളുടെ ഷോൾഡറിൽ വന്നിരുന്നാൽ അത് പാറിപ്പോകാതിരിക്കാനുള്ള നിതാന്തമായ ജാഗ്രത ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അബൂ ത്വലത്തുൽ അൻസാരി ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും ക്ലാസ് കഴിഞ്ഞിട്ട് പോകും, നബിയുടെ ക്ലാസ് കേൾക്കും. ഈമാനു യസീദു വയൻഖുസു, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. അല്ലാഹു പറഞ്ഞല്ലോ, നബിയെ നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴുള്ള ഈമാൻ വീട്ടിൽ ചെല്ലും വലിയാണ് ഉണ്ടാവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വലത്തുൽ അൻസാരി ഇങ്ങനെ താടിക്ക് 2 കൈയും ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ട് നബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യും, അബൂ ത്വലഹ എല്ലാവരും പോയല്ലോ, അബൂ ത്വലഹക്ക് പോണ്ടേ, അബൂ ത്വലഹക്ക് പോണ്ടേ എന്ന് പറഞ്ഞു. നബിയെ, ഞാൻ ശിർക്കിലായി, ഞാൻ ജാഹിലിയത്തിലായി, ഞാൻ ഇരുട്ടിലായി. നമ്മുടെ സൂറത്ത് ബഖറയുടെ കേട്ടില്ലേ, 255, 54, 55, 56, 57 വചനങ്ങളാണ് നമ്മൾ കേട്ട്. അതിൽ ഞാൻ ഇരുട്ടിലായിരുന്നു, ഞാൻ വെളിച്ചത്തിലെ എന്റെ മാതാപിതാക്കളെ പ്രായച്ചിത്തം തന്നുകൊണ്ട് നബിയെ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, എനിക്ക് അത്രയും ഇഷ്ടമാണ് നിങ്ങളെ എന്നാ പറയും. അപ്പൊ ആ സദസ്സിൽ അവർ ഇരുന്നിരുന്ന ഒരു ഇരുത്തം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഞങ്ങൾക്ക് മഗ്‌രിബിന് ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കൊടുത്താൽ 10 ആയത്താണെങ്കിൽ നിങ്ങൾ സുബൈ ആവുമ്പോഴേക്ക് ആ 10 ആയത്ത് ഞങ്ങൾ മനപ്പാടാക്കും. എന്ന് ഞാൻ പറയും, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 10 ആയത്താണ് പഠിപ്പിച്ചതെങ്കിൽ ആ 10 ആയത്ത് ഞങ്ങൾ രാവിലെ ആവുമ്പോഴേക്ക് ഞങ്ങൾ മനപ്പാടാക്കും. ഇനി സുബഹിക്കാണ് അല്ലെങ്കിൽ ദുഹറിനാണ്, നെക്സ്റ്റ് ദുഹർ ആവുമ്പോഴേക്ക്, സുബഹിയാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്ക് ഞങ്ങളത് പഠിക്കും, മനപ്പാടാക്കും. ഞങ്ങൾ അതിനെക്കുറിച്ച് അഗാധമായി ചിന്തിക്കും. പോരാ, ഞങ്ങൾ അതിൽ വിലക്കുള്ള കാര്യമുണ്ടല്ലോ, ഇന്നതൊന്നും ചെയ്യരുത്, ഞങ്ങൾ ആരും അത് ചെയ്തിരുന്നില്ല, അല്ലാഹ് 5 ആയത്തിൽ പറയാണ്, ഇന്നൊക്കെ ഹറാമാണ്, ഇന്നൊക്കെ ചെയ്യരുത്, വെറുക്കപ്പെട്ടതാണ്, ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് പിന്നെ കാത്തിട്ടില്ല. മഗ്‌രിബിന് സുബഹി ആവുമ്പോഴേക്ക് ആ തിന്മ മുഴുവൻ ഉണ്ടായിട്ടുണ്ടാവും, ഉപേക്ഷിച്ചിട്ടുണ്ടാവും. ഇനി 5 കാര്യം ഞങ്ങളോട് എടുക്കാനാണോ പറഞ്ഞത്? 5 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തിടുക്കമായിരിക്കും ഞങ്ങൾ. എന്നിട്ടേ ഞങ്ങൾ 11-ാമത്തെ ഒരു ആയത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. നമ്മളോ? ഞാൻ വളരെ ആത്മാർത്ഥമായി ചോദിക്കാം, നമ്മളിപ്പോൾ പല അധ്യായവും കേൾക്കണം.
നമുക്ക് എത്ര കേൾക്കുമ്പോൾ തന്നെ അത് ഏതാ അധ്യായം നമുക്കറിയോ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സഹീഹ് മുസ്ലിം, ഖുർആനിന്റെ ഫളായിലിനെ കുറിച്ച് പറയുന്നിടത്ത് വന്ന ഹദീസ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഖുർആൻ പഠിപ്പിക്കുന്നവനേക്കാൾ ഉത്തമനായ ആരുണ്ട്? അപ്പൊ അവരെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇമാമത്ത് നിൽക്കാൻ പറയുന്നവെന്നും ആയിഷ ബീവി പറയാണ്, ഇല്ല നബിയേ, ഉപ്പാക്ക് ഇമാമക്കാൻ കഴിയൂല. ആയിഷ, നീ എന്താ യൂസുഫ് നബിയുടെ പെണ്ണുങ്ങളെ പോലെ? നബി ചോദിക്കാണ്, ആയിഷ എന്താ പറഞ്ഞ കാര്യം? എന്താണ് യൂസുഫ് നബിയുടെ കാലത്തെ പെണ്ണുങ്ങളെ പോലെ? നബി അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ആയിഷ പറഞ്ഞു, ഇല്ല നബിയെ, ഉപ്പാക്ക് നിൽക്കാൻ കഴിയില്ല, ഉപ്പാക്ക് ഓതാൻ കഴിയൂല. ഓതുമ്പോഴേക്ക് ഉപ്പ കരഞ്ഞു പോകും. അപ്പൊ ഉപ്പാന്റെ ശബ്ദം ബാക്കിൽ ഇവർക്ക് കേൾക്കാൻ പറ്റൂല. എന്തായിരിക്കും അബൂബക്കർ സിദ്ദീഖിന്റെ ഖൽബ്? നിങ്ങൾക്ക് എനിക്കൊക്കെ തന്നല്ലോ അല്ല. അത് ആ സ്ഥലത്ത് ഈമാൻ ഇടുന്നത് എങ്ങനെ? കാലത്തിൽ അറാബു ആമന്നാ കുല്ലം തുമിനു വലാകിൻ ഖുലു വസ്ലംനാ വലമ്മാ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബികും. കാലത്തിൽ അറാബു ആമന്നാ, അറാബികൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈമാൻ ഉണ്ട്. അല്ലാഹു പറയാണ്, നബിയെ നിങ്ങൾക്ക് അവരെ ഹൃദയം അറിയില്ലല്ലോ. അപ്പൊ ആരെ പോയിന്റ് ആട്ടോ? നിങ്ങൾക്ക് അവരെ ഹൃദയം അറിയില്ലല്ലോ നബിയെ. അല്ലാഹു പറയുന്നു, അവരെ ഹൃദയത്തിൽ ഈമാനൊന്നും കിടന്നിട്ടില്ല. കാലത്തിൽ അറാബു ആമന്ന, അറാബികൾ വന്നിട്ട് ഞങ്ങൾ മുഅ്മിനീങ്ങളായി എന്ന് പറയുന്നു. അവിടെ എന്തായിരിക്കും അല്ലാഹ് അങ്ങനെ പറയാൻ? നിങ്ങൾ ചിന്തിക്കൂ. കാലത്തിൽ അറാബു ആമന്ന 49-ാം അധ്യായം 14-ാമത്തെ വചനം, സൂറത്ത് ഹുജറാത്തിലെ 14-ാമത്തെ വചനം. അതിൽ പറയുന്നുണ്ടാണ്, അറാബികൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഈമാൻ ഉണ്ട്. അപ്പൊ അല്ലാഹ് പറയുന്നു, വലാകിൻ ഖൂലു അസ്ലംന, മുസ്ലിം ആണ് എന്ന് പറഞ്ഞോട്ടെ, മുസ്ലിം ആണ് എന്ന് പറഞ്ഞോട്ടെ. ഒരാള് ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർ ആയാൽ നിങ്ങൾ തടുക്കണ്ട. പക്ഷെ ഈമാൻ ഉണ്ട് എന്ന് പറയണമെങ്കിൽ വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, ഹൃദയത്തിൽ ആ സാധനം കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് നിഷേധിക്കുകയും ചെയ്തവരെ, നാവ് കൊണ്ട് മുഅ്മിനാവുകയും ഹൃദയം കൊണ്ട് മുഅ്മിനാകാതെ പോവുകയും ചെയ്തവരെ. ഖുർആന്റെ ആയത്തും ഹദീസും കൃത്യം. ഇപ്പോഴത്തെ ഈമാൻ കടന്ന ഒരാളായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിയുടെ വഫാത്തിന് ശേഷം 2 കൊല്ലവും 3 മാസവും 10 ദിവസവും ജീവിച്ച ആളാണ്. 2 വർഷവും 3 മാസവും 10 ദിവസവും ജീവിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞ ആളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ആയിഷ ബീവിയുടെ ഉപ്പയാണ്, നബിയുടെ ഭാര്യാപിതാവാണ്, നബിയുടെ ചങ്കാണ്. തിരിച്ചു വന്നിട്ട് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ശരിക്കും അറിഞ്ഞ ചില കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യം. ഒരു ഉദാഹരണം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് ഒരു ശത്രു ഭയങ്കര തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പൊളിച്ച തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ ഇരിക്കുന്നു. ആലോചിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഞാൻ ഇവിടെ ഒരു വളരെ പ്രധാനമായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കൂടെ കുറച്ച് സഹാബികൾ ഉണ്ടായിരുന്നല്ലോ, 12 ആള്, അല്ലെങ്കിൽ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം 40 ആള്. ഈ 40 ആളെ കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. അവരുടെ പേരറിയില്ല, ഒരു ജീവിതം അറിയില്ല, ഇവരെന്തായിരുന്നു എന്നറിയില്ല, പലതും അറിയില്ല. മൂസാ നബിയുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ അനുയായികളുണ്ട്. നബിയുടെ അപ്പുറത്ത് ജീവിച്ച ഏതെങ്കിലും ഒരു നബിയുടെ കൂടെ എണ്ണത്തിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ അത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ കൂടെ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി കാണുകയാണ്. നബി സ്വപ്നം കാണുന്നത് പൂർവ്വ പ്രവാചകന്മാരെ കാണുകയാണ്. അപ്പൊ നബി പറയാണ്, ഒരു നബി, ആ നബിയുടെ കൂടെ 1-2 ആള്, വേറൊരു നബി എണ്ണത്തിൽ കുറച്ചാൾ, വേറൊരു നബി ആരുമില്ല. ആ നബിയുടെ ദേവത്ത് സ്വീകരിക്കാൻ ഒരു മനുഷ്യനുമില്ല. നൂഹ് നബിയുടെ തന്നെ ദേവത്ത് എങ്ങനെയാ? ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. 71-ാം അധ്യായം 5-6 വചനം. രാവും പകലും ഞാൻ അവരെ വിളിച്ചു, പക്ഷെ എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല. ഇന്നിപ്പോ ഞാൻ പറയണം, ഞാൻ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ഓടിപ്പോകുക എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, കയ്യിലിരിപ്പുകൊണ്ടാണ്. നൂഹ് നബിന്റെ കാലത്ത് നമ്മളില്ലാന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു.
കാരണം ഇന്നത്തെ ആളുകളുടെ കാഴ്ചപ്പാടൊന്നുമല്ല അവർക്കാർക്കും ഉണ്ടായിരുന്നു. അതിശക്തമായ ദേവത്താണോ അതിന് വലിയ പിന്തുണൊന്നും ഉണ്ടാവില്ല. സുഖിപ്പിച്ചോ, ലൈക്ക് കിട്ടും, വേറെ സമൂഹത്തിൽ മാറ്റൊന്നും ഉണ്ടാവില്ല. 10 കൊല്ലം മുമ്പ് ലൈക്ക് കിട്ടിയ ആൾക്ക് 10 കൊല്ലം കഴിഞ്ഞിട്ട് ലൈക്ക് കിട്ടും. പക്ഷെ ആ 10 കൊല്ലത്തിൽ ഒരു പെരിച്ചായി പോലും മാറിയിട്ടുണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായി വിചാരിക്കുന്നത്. ആള് മാറണോ? ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് സർജറി എടുത്തേണ്ട ഒരാളെ പാരസെറ്റമോൾ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇവിടെ നിങ്ങോട്ട് കീറിയിട്ട് ഇങ്ങോട്ട് തുറന്നാട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളതൊക്കെ എന്താന്ന് നോക്കി ക്ലീൻ ആക്കി തുന്നി കൂട്ടുമ്പോൾ ആള് നന്നാവും. മനസ്സിലായില്ലേ? അല്ലാണ്ട് അവിടെ സോപ്പിട്ട മനുഷ്യൻ നന്നാവില്ല. അങ്ങനെ ചരിത്രം ഇസ്ലാമിനില്ല സോപ്പിടുന്ന ചരിത്രം. നേർക്ക് നേരെ പറയാ, നേർക്ക് നേരെ മനസ്സിലാക്കി കൊടുക്കുക, നേർക്ക് നേരെ വസ്തുതകൾ ക്ലിയർ ആക്കിയിട്ട് അവിടുന്ന് ആ ദൗത്യം നിർവഹിച്ച് അവൻ അവന്റെ താവളത്തിലേക്ക് മടങ്ങും. ആണ് ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെ ഇരിക്കുകയാണ്. അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഭയങ്കരമായ ചീത്ത പറയുന്ന അബൂബക്കർ സിദ്ദീഖിനെ. നമ്മളൊക്കെ ചീത്തയേക്കാറുണ്ട്. നമ്മൾ ചീത്തൊന്നും കേൾക്കണ്ട. റോട്ടിലൂടെ പോകുമ്പോൾ ഒരു വണ്ടി ഇങ്ങനെ ഒന്ന് ചെറുങ്ങനെ ആയാൽ അപ്പം തുടങ്ങും. ലോകത്തെ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ദേഷ്യം പിടിക്കലപ്പോഴാണ് വണ്ടി പോകുമ്പോൾ. അന്നപ്പം ഏത് താടി വെച്ചോനും തെറി വരാത്തില്ല. എന്താ അറിയില്ല, വണ്ടി കയറുമ്പോഴേക്ക് ഈ ചൂട് ഇവിടുന്ന വരുന്നത്. അവനാനും വണ്ടി ഓടിക്കാണ്, അവനാനും ഇങ്ങനൊക്കെ വരാ, ഒരു ലേശം മുന്നോട്ട് പിടിച്ചു പോവുക. അപ്പോഴേക്ക് ചോദിക്കണം ഇവിടെ അബൂബക്കർ സിദ്ദീഖിന്റെ മുമ്പിൽ വന്നിട്ട് കുളിച്ച തെറിയ പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനെ നോക്കുന്നുണ്ട്, എന്താണ് ഭാവമാറ്റം എന്ന്. പിന്നെ അയാൾ അങ്ങോട്ട് പോയിട്ട് പിന്നെയും തിരിച്ചു വന്നൊരു ചീത്ത പറയാൻ. അപ്പൊ ഇതിങ്ങനെ ആവർത്തിച്ച് കയറിയപ്പോ ഏത് മനുഷ്യന്റെയും ക്ഷമന്റെ നെല്ലിപ്പടി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ചൊല്ലൂർപ്പടിയല്ല നെല്ലിപ്പടി. ആ സന്നിധിയിൽ ഇങ്ങോട്ട് എത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് ഒന്നാൽ പൊട്ടിക്കാൻ വെച്ചിട്ട് എഴുന്നേക്കുമ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. ശരിയായി കളി അബൂബക്കറെ എന്ന് പറയുകയല്ല, നമ്മളാണെങ്കിൽ അങ്ങനെ എനിക്ക് കൊടുത്തോ ഞാൻ എൻ്റെ കൂടെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എസ്കേപ്പ് ആയി. എസ്കേപ്പ് ആയോടുകൂടി അബൂബക്കർ സിദ്ദീഖിന് സ്വബോധം വന്നു. അബൂബക്കർ സിദ്ദീഖ് തന്നെ പിന്നെ പോണത് ഈ ചീത്ത പറഞ്ഞോണ്ട് കൂടെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറിച്ച് ചോദിക്കാം, നബിയെ എന്തേ ഇപ്പോ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞ് പ്രകോപിപ്പിച്ചപ്പോ ഞാൻ എഴുന്നേറ്റല്ലോ, എന്തേ നബിയെ അതുവരെ നിങ്ങൾ എന്റെ കൂടെ ഇരുന്നല്ലോ, പിന്നെ എന്തേ നിങ്ങൾ എഴുന്നേറ്റ് പോയത്? ഇത് ശരിക്കും ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും ഭാര്യനോട് ദേഷ്യം പിടിക്കുമ്പോൾ, മക്കളോട് ദേഷ്യം പിടിക്കുമ്പോൾ, നാട്ടുകാരോട് ദേഷ്യം പിടിക്കുമ്പോൾ, ധാർമ്മികമായി തന്നെ നമുക്ക് ദേഷ്യം പിടിക്കുന്ന കുറെ രംഗങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ അബൂബക്കർ സിദ്ദീഖിന്റെ ചോദ്യം എന്താ? റളിയല്ലാഹു തആല അൻഹു ചോദ്യം എന്താ? എന്താ അങ്ങനെയിട്ട് പോയത്? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അബൂബക്കറേ നിങ്ങൾ ഇങ്ങനെ ഇരുന്നല്ലോ, ക്ഷമിച്ചിട്ട് ചീത്തയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നല്ലോ, ക്ഷമിച്ചിട്ട് വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ. ആ മാനദണ്ഡ പ്രകാരം ഖുർആൻ 30-ാം അധ്യായം 43, 44, 45 വചനപ്രകാരം നിങ്ങൾ ഇരുന്നല്ലോ. അപ്പൊ അങ്ങയുടെ തൊട്ടടുത്തൊരു മലക്ക് അങ്ങക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് അങ്ങയുടെ സബർ കാരണത്താൽ അള്ളാഹു നിയോഗിച്ചൊരു മലക്ക്, അവൻ തെറി പറഞ്ഞിട്ടും അങ്ങ് ക്ഷമിച്ചിരുന്നപ്പോ ഒരു മലക്ക് അവിടെ ഉണ്ടായിരുന്നു. അങ്ങ് ചാടി എഴുന്നേറ്റോടുകൂടി മലക്ക് അപ്രത്യക്ഷമാകുകയും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അവിടെ ഞാൻ ഇരിക്കൂലെന്ന് അബൂബക്കറെ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഈ ഒരു ചരിത്രം. അതായത് ഇതിവിടെ ഇരിക്കുന്ന ഒരാള് ചിലപ്പോൾ ഏറ്റവും ദേഷ്യം പിടിക്കുന്ന ആൾക്കാരുണ്ടോ ഈ കൂട്ടത്തിൽ? ഭാര്യമാര് പറയും, എനിക്കൊക്കെ അറിയാം, ഉസ്താദെ സംഗതി താടിയൊക്കെ ഉണ്ട്, ഉസ്താദെ നരിയാണ്ട മോള് തുണി കൊടുക്കും, പള്ളിയിൽ 1-ാമത്തെ സഫിലാണ്, തെറിയിലും 1-ാമത്തെ സഫിലാണ്, മുജാഹിദാണ്, സെൽഫിയാണ്, പക്ഷെ തെറിയിലും 1-ാമത്തെ സഫിലാണ്. ലോകത്തിലൊക്കെ ഏറ്റവും ദേഷ്യം പിടിക്കുക നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ഏറ്റവും അടുത്തുള്ളവരോടാണ്. അത് സ്നേഹം കൂടുതലുണ്ട്, ദേഷ്യവും കൂടുതലുണ്ടാവും, അത് വേറെ വിഷയമാണ്, നേച്ചറാണ്. പക്ഷേ അള്ള പറയുന്ന ഒരു വാചകമുണ്ട് അവിടെ, അബൂബക്കർ സിദ്ദീഖിന്റെ ഈ സഹനം സ്വർഗ്ഗാർക്കാണ്. അത് പറയുന്നിടത്ത് പറയുന്നത് എന്തെന്നറിയോ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തുൻ അർദുഹു സ്സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. എന്നിട്ട് അല്ലാഹു പറയാണ് അല്ലദീന, വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാൻ 3-ാം അധ്യായം 133, 34, 35, അല്ലദീന യുൻഫിഖൂന ഫിസ് സറാഇ വൽ ളറാഇ വൽ ഖാലിബീനൽ ഗൈബ് വൽ ആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ.
സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ചെലവഴിക്കുകയും കോപം ഒതുക്കി വെക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, ആ മുസ്ലിങ്ങൾക്ക് ആകാശഭൂമികളുടെ വലിപ്പമുള്ള സ്വർഗമുണ്ട്. അപ്പൊ ആ സ്വർഗത്തിന്റെ 8 വാതിൽ കയറാൻ ഏറ്റവും അർഹനാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ എന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്, സഹാബിമാരിലെ ഏറ്റവും പ്രഗത്ഭരായ 6 പേരുടെ ഹിദായത്തിന് നിമിത്തമായ ആളാണ് ആര്? ഒരാളെ പേര് പറയൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖാന്തരം ഇസ്ലാം സ്വീകരിച്ച ഒരാളെ പേര് പറയൂ. പിന്നെ അടുത്ത ആളെ പേര് പറയൂ. ഒരു വലിയ ഖലീഫയാ, 12 കൊല്ലം ഇസ്ലാമിന്റെ ഭരണമേറ്റെടുത്തു. അതാരാ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ലേ? അതേ നബിയുടെ സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹ് ബിൻ സുബൈർ, അങ്ങനെ തുടങ്ങി സുബൈർ ബിൻ അവ്വാം തുടങ്ങി 6 സഹാബിമാരെ അദ്ദേഹത്തിന്റെ. ഞാനതിൽ അത്ഭുതം തോന്നിയൊരു കാര്യം പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആലോചിച്ചൊരു കാര്യമാണ്, നിങ്ങളിൽ ഒരാൾക്ക് അല്ലെ നമ്മളിൽ ഒരാൾ ഈ ലോകത്തെ മുഴുവൻ വിഭവവും ഒരു വർഷം ഡിസംബർ 10 തരികയെന്ന് വിചാരിക്കുക. ലോകത്തിലെ ഏറ്റവും അമൂല്യമായ ലോകത്തിലെ എല്ലാ വിഭവവും ഈ നാട്ടിൽ ഒരാളുടെ മുമ്പിൽ ഒരു വർഷം പ്രദർശിപ്പിക്കപ്പെടുക. അയാൾ ആരായിരിക്കും മുതൽ? അങ്ങനെ അയാളുടെ മുമ്പിൽ 6 തവണ പ്രദർശിപ്പിക്കപ്പെട്ടാലോ? 2021, 2022, 2023, 2024, 2025, 2026. ആ ആളാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം എന്താ? 6 ആൾക്ക് ഹിദായത്തിന് നിമിത്തായ ലോകം മുഴുവനും ലഭിച്ചതിന് തുല്യാണ് ഒരാൾ ഹിദായത്തിലായ. അപ്പൊ 6 ആൾ ഹിദായത്തിലായാലോ ലോകം 6 തവണ ലോകത്തിലെ മുഴുവൻ വിഭവങ്ങളും. നിങ്ങൾ ആ വിഭവം നിങ്ങൾ എണ്ണേണ്ടത് എങ്ങനെയാ? ആ ലോകത്തിന്റെ മുഴുവൻ വിഭവങ്ങൾ എണ്ണേണ്ടത് എങ്ങനെയാ? എണ്ണുമ്പോ നമ്മളെങ്ങനെ എണ്ണ? വെള്ളിയും സ്വർണവും മറ്റു വിഭവങ്ങൾ, അത് മാത്രമല്ല. പിന്നെ ഏതാണ്? ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിൽ നിറക്കപ്പെടുന്ന സകല ബർക്കത്തുകളും ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. ഈ വിഭവങ്ങൾ മുഴുവൻ വെക്കുന്നതിന് തുല്യമാണെന്ന് ഖൈബർ യുദ്ധ വേളയിൽ നബി ചോദിക്കുന്നുണ്ട്, അയിന അലി, അലി എവിടെ? അലിയാരെവിടെ? അലിയാർ തങ്ങളെവിടെ? ആ അലിയോട് പറയുന്നുണ്ട്, ഇസ്ലാമിന്റെ കൊടി കൊടുത്തുകൊണ്ട്, അലി ഖൈബർ കോട്ടയിൽ പോകണം, തൗഹീദിലേക്ക് അവരെ വിളിക്കണം. അലി, നീ കാരണമായ ഒരാൾ ഹിദായത്തിലായാൽ മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ചുവന്ന ഒരു ഒട്ടകം കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ വിഭവങ്ങളും കിട്ടുന്നതിന് പകരമാണ്, തുല്യമാണ് ആ ഒരു മനുഷ്യന്റെ ഹിദായത്ത്. ഇവിടെ അബൂബക്കർ സിദ്ദീഖ് ഈ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റൂമാ കിണർ ഇന്നുണ്ട്. 20,000 ദിർഹം കൊടുത്ത് അലി റളിയല്ലാഹു അൻഹു വാങ്ങിച്ച റൂമാ കിണറല്ലേ? ഞാൻ അത് കണ്ടു മദീനയിൽ പോയിട്ട്. ഈ റൂമാ കിണർ കണ്ടു. ഈ റൂമാ കിണറിൽ സൂര്യൻ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചാൽ വെട്ടിത്തിളങ്ങുന്ന വെള്ളം ഒരു ജൂതന്റെ കയ്യിലായിരുന്നു, സമൃദ്ധമായിരുന്നു ആ കിണറിലെ വെള്ളം. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വാങ്ങിച്ചു കൊടുത്താണ്. ഞാൻ അപ്പം ആലോചിച്ച പോയെന്ന് അറിയോ, ഈ കിണറിൽ വെള്ളം നിലനിൽക്കുന്ന കാലമത്രയും, ഈ കിണറിൽ വെള്ളം ഉപയോഗിക്കുന്ന കാലമത്രയും ഉസ്മാൻ ബിൻ അഫ്ഫാന് പ്രതിഫലമുണ്ട്. പിന്നെ ആർക്കുണ്ട്? ഈ കിണറിന്റെ പേരിൽ ആർക്കുണ്ട്? അബൂബക്കർ സിദ്ദീഖിന് ഉണ്ട്. എന്താ പറഞ്ഞു വിചാരിച്ച്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഒന്നും കുറയാതെ, റസൂലിന്റെ വാക്ക് അങ്ങനെയാണ്, അദ്ദേഹത്തിന് ഒന്നും കുറയാതെ തത്തുല്യമായ കൂലി ആർക്കുണ്ട്? എങ്കിൽ നമ്മളിൽ എത്ര പേർക്കുണ്ട് ആ കൂലി? ചിന്തിക്ക്. 72 പേർ മിസ്ബറിന്റെ ദേഹത്തിലൂടെ ഇസ്ലാം ആയതാ. എത്ര പേര്? 72 പേര്. 72 തവണ ലോകത്തെ മുഴുവൻ വിഭവവും കൊണ്ടുപോയി വെച്ചോട്ടാ കിട്ടുന്ന കൂലി ആർക്കും കിട്ടി? നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആർക്കും കിട്ടി? നമുക്ക് കിട്ടിയോ? ഒരു പഞ്ചായത്തിലെ വിഭവമെങ്കിൽ 4 തേങ്ങെങ്കിലും നമ്മുടെ മുമ്പിൽ വരുമോ? ഒരര ദൈവത്തിന്റെ പേരിൽ. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കുറിച്ച് എത്ര എനിക്ക് തോന്നിയിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് ഞാൻ ഇറാ ഗുഹയിൽ പോയ ഒരുപാടല്ലോ. ഗൗറു ഗുഹയിൽ പോയാലൊന്ന് കൈവന്തിച്ചേ. സൗറു ഗുഹയിൽ, ഇറാ ഗുഹയിൽ ഒട്ടുമിക്ക ആളുകൾ കയറും. ഒരു ത്രില്ല്. സൗറു ഗുഹയെ ഞാൻ ഒറ്റ പ്രാവശ്യം പോയിട്ടുള്ളൂ. പിന്നെ ഞാൻ പോകാൻ തീരുമാനിച്ചു, മരിച്ചു. കാരണം എന്നെപ്പോലത്തെ ഒരു സാധു ഷുഗർ രോഗി നടന്ന് തകിടത്തല്ലേ കയറി അവസാനം ഞാൻ റബ്ബിനോട് ദുആ ചെയ്യ, പടച്ചോനെ ഇതിലൊരു സുന്നത്തുമില്ല, ഒരു ത്രില്ലിന് യുവത്വം പടച്ചോനെ തിരിച്ചവിടെ എത്തിച്ചേരണേ, ഇവിടുന്ന് മരിച്ച ഒരു പുലിയില്ല, വെറുതെ ഇടകേറി. പക്ഷേ എനിക്കതൊരു വലിയ വിപ്ലവമായിരുന്നു. എന്താ, ഈ സൗറു ഗുഹ എനിക്കൊന്ന് കാണണമെന്ന് പുതിയ 2 ആക്കി അതിൽ ഇരിക്കാൻ പറ്റൂ.
മൂന്നാമത്തെ റക്കയിൽ കിടന്നിട്ടില്ല. അപ്പൊ അള്ളാഹു ഇത് ഉണ്ടാക്കിയ കാലം മുതൽ ഈ സംഭവത്തിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സ്ഥലം ഇത്. അതിൽ ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയെന്നാൽ ഇപ്പൊ ഇത് ഇവിടെ ഓപ്പണാണ്, ഈ സൈഡ് ഓപ്പണാണ്. ആ സൈഡ് ഓപ്പൺ ആയാലും നിങ്ങളൊന്ന് സങ്കല്പിക്കും, ഇറാഖ് അങ്ങനെയാണ്, അവിടെ ഓപ്പണാണ്, ഇവിടെ ഓപ്പണാണ്. ഇതിനുള്ളിൽ ഇരിക്കുകയാണ് ആര്? അബൂബക്കർ സിദ്ദീഖും അല്ലെ സാഹിബ് എന്ന് വിളിക്കപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖിനെയാണ് ഖുർആൻ. ഈ ദൗർ ഗുഹയിൽ ഇരുന്നപ്പോ നബിയുടെ സാഹിബ്, നബിയുടെ കൂട്ടുകാരൻ അതാരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ നിൽക്കണ നബി പുറത്ത്. എപ്പോഴും അബൂബക്കർ സിദ്ദീഖിന്റെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, നബീനെ അപ്പുറത്താക്കിയിട്ടില്ലെങ്കിൽ നബീനെ അപ്പുറത്താക്കി അവർ കുന്തുകൊണ്ട് കുത്തിയാലോ. അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളാണ്. അപ്പം അദ്ദേഹമാണ് ഇവിടെ ഉള്ളത്, ഗുഹയുടെ അപ്പുറത്തുള്ളത്. ഇനി ഇപ്പുറത്ത് വന്നാലോ അതിന് സാധ്യത കുറവാണ്. കാരണം വരുന്ന റൂട്ട് അവർക്കറിയാം, എവിടെ വന്നാണ് ഇതിലേക്ക് പ്രവേശനം. പക്ഷെ അവിടെ എട്ടുകാലിയുടെ വലയൊക്കെ കെട്ടി, അത് ചരിത്രം കണ്ടിരുന്നോ? അപ്പോ അത്ഭുതം, എനിക്ക് തോന്നിയ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, അവിടുന്ന് ഈ അബൂബക്കർ സിദ്ദീഖ് ശ്വാസം എടുക്കുമല്ലോ, ഈ ശ്വാസത്തിന്റെ ഈ കാറ്റുണ്ടല്ലോ, അത് അവിടെ നിൽക്കുന്ന മുശ്രിക്കുകളെ കാലിന്റെ രൂപത്തിൽ ചെന്നിട്ട് ഇങ്ങനെ അത്ര അടുത്ത. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കുന്നത്, എന്ത് നബിയേ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞാൽ നമ്മളെ കാണൂലേ? അവർ കുനിഞ്ഞാല് നമ്മളെ കാണൂലേ? അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നത്? അള്ളാഹു നമ്മുടെ രണ്ടുപേരല്ല, മൂന്നാമനായി അള്ളാഹ് നമ്മുടെ കൂടെ ഉണ്ട് അബൂബക്കറേ. ഈ ഈമാനാണ് ശരിക്കുള്ള ഈമാൻ. ഈ ഈമാനാണ് ശരിക്കുള്ള ഈമാൻ. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നബിക്ക് ഒട്ടകം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, അബൂബക്കറെ എത്ര കൂലി? ശരിക്കും നമ്മളൊക്കെ ഓസിക്ക് തിന്നല്ലോ, കൂട്ടുകാരൻ്റെ എന്നും പോവും പ്രസംഗത്തിന്, എന്നും മൂപ്പര കൊടുക്കുക. ഒരു ഉടുപ്പില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒന്നും കൊടുത്തു നോക്കിയിട്ട് പോലുമില്ല. തിന്ന് മൂപ്പരങ്ങ് പോകുന്നവർക്ക് ഇറങ്ങിപ്പോവും. ഞാൻ ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്, എത്ര ആത്മമിത്ര ആയിക്കോട്ടെ, എത്ര സുഹൃത്തായിക്കോട്ടെ, ഓസിക്ക് എന്നും തിന്നരുത്. എന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. ഒട്ടകം കൊടുത്ത റസൂൽ ചോദിക്കണം, എന്താ വില? നബിയെ നിങ്ങളോട് വില വാങ്ങിയേ? നമ്മളോട് അതെ നിങ്ങളോട് വില വാങ്ങിയേ? ഞാൻ ഉസ്താദല്ല, മൗലവിയാണ്. ആ ഏത് മീഡിയ കയറിയില്ല, RSSന്റെ മീഡിയ കയറിയവരെ എന്നെയൊക്കെ അറിയാം. അത് എപ്രാവശ്യം ഞങ്ങൾ കൊടുക്കാമെന്ന് ഞാൻ പറയാം, അല്ല എനിക്ക് അടുത്ത ദിവസവും വരണം, ഈ റൂട്ട് പോകേണ്ട ആളാ. അപ്പൊ അടുത്ത കയറണമെങ്കിൽ എന്ത് വേണം? അല്ലെങ്കിൽ ആ കേശർ സീറ്റിൽ ഇരിക്കണം, കള്ള നമുക്കിത് വരുന്നു ഇങ്ങനെ കേൾപ്പിക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കണം, എന്താ വില? നബിയെ ഞാൻ നിങ്ങളോട് വില പറയേ? അബൂബക്കറെ മാനാള് കളിക്കേണ്ട സമയമല്ല, വില പറ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഇജോടെ വെച്ചോ. എന്താ അതിലെ മാതൃക പറ? ഞങ്ങൾക്കൊക്കെയുള്ള മാതൃക എന്താ? മൗലവിമാർക്കുള്ള മാതൃക എന്താ? ഓസിക്ക് അങ്ങനെ തിന്നരുത് മതിയാണ്. ഒരാൾ പറയുന്നത് ഞങ്ങളെ കാറുകൾ കൊണ്ടേക്കൊണ്ട് എടുത്തോളി, എന്നിട്ട് ആദ്യം നോക്കും ഇതിൽ എണ്ണൊന്നും ഇല്ലല്ലോ, അതിനെ ഓൻ അടിച്ചു കൊടുക്കാൻ. ജന അടിച്ചാളാ ജല കൊണ്ടുപോയി ഓൻ തന്നതോ തന്നെ, എന്നാൽ ഇതിൽ 10 ഉറുപ്പിന്റെ എണ്ണ അടിക്കാനുള്ളൊരു കൂടി. ഇതൊക്കെ പഠിപ്പിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തു ഓസിക്ക് അബൂബക്കർ സിദ്ദീഖിനോട് പറയാൻ പൈസ പറ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നിർബന്ധിക്കപ്പെട്ടു, കൊടുത്തു. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഭയങ്കര കാർക്കശ്യർക്കൊരു രംഗം എല്ലാവർക്കും അറിയാം, സക്കാത്തുമായി ബന്ധപ്പെട്ട്. ഈ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉദാഹരണം സൂറത്ത് തൗബയിലെ 103-ാമത്തെ വചനം, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. ഖുദ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിടിച്ചെടുക്കുന്ന കൂടി ഒരർത്ഥം. സക്കാത്ത് തരാൻ സാധ്യതയുള്ള അർഹതയുള്ള 2.5% കൊടുക്കും, പിടിച്ചെടുത്തോ, അധികാരം ഉപയോഗിച്ചൊന്നും കൂടിയാണ് അതിൻ്റെ അർത്ഥം. ഖുദ് സ്വീകരിക്കുക, പിടിക്കുക. മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് ചോദിക്കുന്നുണ്ട്, ശാന്തനായ അങ്ങ് ഇങ്ങനെയോ? ബദർ യുദ്ധത്തില് പിടിക്കപ്പെട്ട ബന്ദികളെ എന്ത് ചെയ്യണമെന്ന് അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചപ്പോൾ എന്തേ പറഞ്ഞു? സാധു ഓട്ടെ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു റസൂൽ ചോദിക്കുമോ പറഞ്ഞു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ചോദിക്കും എന്താ ചെയ്യേണ്ടത്? അബൂബക്കർ സിദ്ദീഖിനോടോ? രണ്ട് സുബ്ഹാനല്ലാഹ്. അതേ അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് ചോദിക്കുന്നത്, എന്ത്
എത്ര കാർക്കശ്യമോ. പക്ഷെ ലോകത്തെ ഏറ്റവും നല്ലൊരു തീർപ്പ് കൽപ്പിച്ച സഹാബി കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന് ഞാൻ പറയുന്നത് ഒരു അഖീദാപരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇത് ശരിക്കും പഠിച്ചോളൂ. ഇനി പറയുന്ന ഒരു 10 മിനിറ്റ് അഖീദയിൽ സഹാബത്തിന്റെ കാർക്കശ്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഒരു മുഹൂർത്തത്തെ, അതായത് രാവിലെ തലേന്ന് നബിയെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥനാണ്, അസുഖബാധിതനാണ്, ക്ഷീണിതനാണ്, ബോധക്ഷയം ഉണ്ടാവുന്നുണ്ട്, പിന്നെ ഉതെടുക്കുന്നുണ്ട്. അപ്പം അബൂബക്കർ സിദ്ദീഖ് ആദ്യേ മനസ്സിലാക്കിയ ആളാണ്. ഇദാ ജാ ഇറങ്ങിയപ്പോഴും ഈ വർഷത്തിന് ശേഷം ഞാനൊരു പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ഈ വർഷം കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല എന്ന് പറയുമ്പോഴേക്ക് അബൂബക്കർ സിദ്ദീഖ് തന്നെ തൊണ്ടെന്ന് ഹർ ഹർ എന്ന് പറഞ്ഞൊരു സങ്കടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ കൊളാക്കരുത്. ബാക്കിയുള്ളവർ മനസ്സിലായിട്ടില്ല. ഉമർ ബിൻ ഖത്താബിനും ഇബ്നു അബ്ബാസിനും അബൂബക്കർ സിദ്ദീഖിനും മനസ്സിലായി. നബി പറഞ്ഞതിന്റെ അർത്ഥം നബി മരിക്കാൻ പോവാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി കണ്ടു. പിന്നെ അവർക്ക് നബിക്കൊരു ക്ഷീണമൊക്കെ വിട്ട് ഒരല്പം അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ചെന്ന് കണ്ട ഇല്ല, അങ്ങനെ വലിയ സീരിയസ് ഒന്നുമല്ല. അങ്ങനെ തോന്നിയിട്ട് എല്ലാവരും ഓരോ വഴിക്ക് നീങ്ങി. അപ്പോഴാണ് നബിയുടെ മരണം പെട്ടെന്ന് ഉണ്ടാവുന്നതും. പിന്നെ അവിടെ ഉള്ള എന്താണ്, ഈ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം, ഒരു ഖുർആനിക വചനം. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബീനെ ആദ്യം കൊല്ലാൻ വന്ന ആളാണ്. നബീനെ ശരിയാക്കണമെന്ന് വിശ്വസിച്ച ആളായിരുന്നു. പക്ഷെ പിന്നെ നബീനെ ശരിയാക്കുന്നവരെ ശരിയാക്കാൻ നടന്ന ആളാണ് ആര്? ഉമർ ബിൻ ഖത്താബ്. അതാണ് ഇസ്ലാമിന്റെ ഒരു കളി. അതാണ് ഇസ്ലാമിന് മാത്രമുള്ള കളിയുടെ പേരുമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനാ ശരിയാണ്. ഊരിപ്പിടിച്ച വാളേറ്റൊരു മാനസിക രോഗിയെ പോലെ. അത്രയും പ്രവാചകന്റെ മരണം അദ്ദേഹത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മക്തൂമിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താണ് പേടിയാണ്. പക്ഷെ അദ്ദേഹം ഒരു ആയത്ത് ഓതുന്നുണ്ട്, മുഹമ്മദ് നബി മരിക്കും. സൂറത്ത് ആല ഇംറാനിലെ 144-ാമത്തെ വചനം. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഉമർ ബിൻ ഖത്താബിനെ പേടിച്ചിട്ട് മെല്ലെ അങ്ങനെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു കളിക്കും. അപ്പൊ നബി മരിച്ചു എന്ന് പറഞ്ഞവനെ ഞാൻ ശരിയാക്കുന്ന പറയുന്നത്. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തെ തുണി മാറ്റി അള്ളാഹുവിന്റെ റസൂലിനെ അദ്ദേഹം ചുംബിക്കുന്നത്. അദ്ദേഹം അപ്പൊ പറയുന്ന ചില വാചകങ്ങളുണ്ട്. പിന്നെ രംഗം മോശാവുക. ആള് ഉമർ ബിൻ ഖത്താബാണ്. വെട്ടുന്ന് പറഞ്ഞാൽ വെട്ടും, കുത്തും പറഞ്ഞാൽ കുത്തും, ചെയ്യുന്നു പറഞ്ഞാൽ ചെയ്യും. ഒരു കുസലില്ലാത്ത പ്രകൃതമാണ്. നീണ്ട കൈകളും അല്ലെങ്കിൽ ശരീരമായിരുന്നു. പക്ഷേ കൈ എന്നൊക്കെ പറഞ്ഞ ഒന്ന് പതിഞ്ഞ ആള് നിലത്ത് അത്രയും ആകാര സൗഷ്ഠവമുള്ള ആളാണ് ഉമർ ബിൻ ഖത്താബ്. പിന്നെ ഉള്ളിൽ ജ്വലിക്കുന്ന ശൗര്യം, ഒരു സിംഹത്തിന്റെ, ഒരു പുലിമടയെ കയറിയുമായിട്ടുള്ള ആ പ്രകൃതം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വയലന്റായിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അപ്പട്ട ഉമർ ബിൻ ഖത്താബിന്റെ മേലെ നിൽക്കണം. അതായത് ചില സത്യങ്ങൾ പറയാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടിച്ചിട്ടില്ല. സോഫ്റ്റായ ഒരുപാട് മേഖലയുണ്ട്. പക്ഷെ വളരെ ശ്രദ്ധേയമായ മേഖലയിൽ അബൂബക്കർ സിദ്ദീഖ് എന്നിട്ട് പറയാൻ 2 ഖുർആനിക വചനം ഉദ്ധരിച്ചു. 31-ാം അധ്യായം സൂറത്ത് സുമറിൽ നിന്ന് 30-ാമത്തെ 2 വചനം. 2 സൂറത്ത് ആല ഇംറാനിലെ 144-ാമത്തെ വചനം. ഈ 2 വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആരെങ്കിലും മുഹമ്മദ് നബിയാണ് ആരാധിക്കുന്നതെങ്കിൽ അദ്ദേഹം മരിച്ചു. ശരിക്കും നിങ്ങൾ ചിന്തിക്കണേ. ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വിശ്വാസമായിരുന്നു അബൂബക്കർ സിദ്ദീഖിനും ഉമറിനുണ്ടെങ്കിൽ ഉമർ ബിൻ ഖത്താബ് തന്നെ വയലന്റായത്. നബി എല്ലാ സദസ്സിലും വരും, വിളിച്ചാൽ എല്ലാം കേൾക്കും, കവർന്ന് പുറത്തേക്ക് കയ്യിടും, സലാം തരും. വയലത്തു തങ്ങൾക്ക് കയ്യി കൊടുക്കുന്ന. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് വന്നിട്ട് എന്താ പറയണ്ടേ? അബൂബക്കർ സിദ്ദീഖിന്റെ മനസ്സിൽ ഇന്ന് കേരളത്തിലെ സമസ്തക്കാരുടെ വിശ്വാസമാണെങ്കിൽ എന്താ വേണ്ടേ?
എന്തിനാ അബൂബക്കറെ ബേജാറുണ്ട്? നബിയുടെ മരണവും ജീവിതവും മാത്രമല്ല, നബി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ എല്ലാം കേൾക്കുകയും എല്ലാം കാണുകയും നമ്മുടെ സദസ്സിൽ വരികയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യാൻ മരിച്ചതിന് ശേഷമല്ലേ അബൂബക്കറെ ഉമറെ ഇങ്ങനെ ബേജാറാണെന്നല്ലേ ചോദിക്കണ്ടേ? മറിച്ച് പറയാനുണ്ട്, അള്ളാഹുവിന്റെ ദൂതനെയാണോ ആരാധിക്കുന്നതെങ്കിൽ മരിച്ചു. അതിന്റെ അർത്ഥം എന്താ അറിയോ? വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം 20-21 വചനത്തിൽ പറയുന്നതോ, അംവാത്തുൻ ഗൈറു അഹ്യാഇൻ വമാ യശ്കുറൂന അയ്യാന യുബഅസൂൻ. ആ മഹാന്മാരൊക്കെ മരിച്ചുപോയ ആളുകളാണ്, അതുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്നവരല്ല, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെക്കുറിച്ച് അറിവുള്ളവരുമല്ല. ഈ തൗഹീദാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ. നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇബ്രാഹിം നബിയെ കാക്കണേ എന്നൊരു വാചകം അറിയാതെ പോലും അബൂബക്കർ സിദ്ദീഖിന്റെ നാമം വന്നിട്ടുണ്ടോ? എന്താ വരാത്തത്? സുഹൃത്തുക്കളെ, കേരളത്തിലെ സമസ്തയിലെ ഉസ്താദുമാര് പറയണ, സഖാഫിമാര് പറയണാണ് ഹക്കെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് എന്ന സഹാബിയിൽ നിന്ന് ഇസ്മായിൽ നബിയെ കാക്കണേ, യൂനുസ് നബിയെ കാക്കണേ, യൂസുഫ് നബിയെ കാക്കണേ. ഒട്ടക്കിണർന്ന് അള്ള രക്ഷപ്പെടുത്തിയ ആളാണ്. എങ്കിൽ കിണറിൽ വീഴുമെങ്കിൽ യൂസുഫ് നബിയെ കാക്കണേ. തീക്കുണ്ടാക്കുന്ന രക്ഷപ്പെട്ടു പോകുന്ന ആളാണ് ഇബ്രാഹിം നബി. ഒരു തീരെ വീഴുമ്പോ ഇബ്രാഹിം നബിയെ കാക്കണേ. ഇല്ല, അങ്ങനെ ഒരു ദീനില്ല, അങ്ങനെ ഒരു ഇസ്ലാം ഇല്ല. അത് ഇസ്ലാം അല്ല, അത് ഇസ്ലാം അല്ല. ഇവിടെ ഇത് പറയുമ്പോൾ അബൂബക്കർ സിദ്ദീഖിനോട് ചേർത്ത് ഞാൻ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ആ അഖീദയും കൂടി നിങ്ങളുടെ മുമ്പിൽ പറയാം. നബിയുടെ സ്വഹാബികൾ എന്ന വിഷയത്തിലെ തൗഹീദുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ കാര്യം. കാരണം സൂറത്ത് ബഖറ 2-ാം അധ്യായം 13-ാമത്തെ വചനം, ഇത് സൂറത്ത് ബഖറയുടെ തുടക്കം. അതിൽ പറയണം, വൈദാ ഖീല ലഹും ആമിനൂ കമാ ആമന അന്നാസു ഖാലൂ അനുഅ്മിനു കമാ ആമന സുഫഹാ അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. അതായത് ഈ മനുഷ്യർ വിശ്വസിച്ചതുപോലെ, അതായത് സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ അവരോട് വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ അന്നത്തെ മുനാഫികൾ ചോദിക്കും, ഈ മൂഢന്മാർ സ്വഹാബികളെയാണ് നഊദുബില്ല, മൂഢന്മാർ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയോ? പലപ്പോഴും നമ്മളെ പറ്റി എന്താ പറയല്? ഇവിടുത്തെ മുസ്ലിം സംഘടനകളിലെ പ്രബല വിഭാഗം എന്താ പറയല്? മണ്ടന്മാർ, ഇബ്നു തൈമിയ്യയുടെ ആളുകൾ. ഇബ്നു തൈമിയ്യക്ക് മുമ്പ് ലോകത്താരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇവർ മൂഢന്മാരാണ് എന്നാണ് പറയുന്നത്. ഇത് അന്ന് പറഞ്ഞ കാര്യമാണ്. സഹാബികൾ വിശ്വസിച്ചതുപോലെ സഹാബിമാരെ ഏത് ദർഗ തേടിയാ പോയത്? സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് നബി ആണല്ലോ ഏറ്റവും ഒടുവിൽ. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ഔലിയാക്കൾക്ക് ഒരു അവസാനമില്ല, ഉണ്ടോ? അമ്പിയാക്കൾക്ക് ഒരു അവസാനം ഉണ്ടെന്ന് പറഞ്ഞ മനസ്സിലായില്ല. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയാണ് അമ്പിയാക്കളുടെ. ഔലിയാക്കളതോ ആദം നബിയുടെ കാലം മുതൽ ലോകം അവസാനിക്കുന്ന ഒരു ഔലിയാക്കളുടെ പട്ടിക നിങ്ങളാണ്. മനസ്സിലായോ? ഔലിയാക്കള് എപ്പോഴും ഉണ്ടാവും, അമ്പിയാക്കളോ ആഴ്ചയിൽ ഉണ്ടാവുമോ? ഇല്ല. അവിടെ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയുന്നത്? നബി എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ദാ പൂർവ്വ പ്രവാചകന്മാരുടെ ഖബർ ഇന്നടത്തൊക്കെ ഉണ്ട്. മാത്രമല്ല, അതൊരു വലിയ ദീനാണെങ്കിൽ തീർച്ചയായും അള്ളാഹ് വഹി ഇറക്കി പറഞ്ഞു കൊടുക്കൂലേ? ഇറാഖിന്റെ ഇന്ന ഭാഗത്ത് ഇന്ന നബിയുടെ ഖബർ, അത് പോയിട്ട് കെട്ടിപ്പൊതിച്ചൊന്ന് എനിക്ക് പച്ച കുട്ടയാക്കി അവിടെ പച്ച ഇലയൊക്കെ പൊതിഞ്ഞു ഉസാറായിക്കളാം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതിനാണ് ഞാൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ആരാ? അബൂജഹലിന്റെ മകനാണ്. ഈ സംഭവം നമ്മുടെ ഹൃദയം, നമ്മുടെ കുടുംബത്തിലൊക്കെ പെട്ട ഒരുപാട് ആളോട് ഞാൻ എത്രയോ സദസ്സിൽ ഇത് പ്രസംഗിച്ചിട്ട് ഈ ഭാഗം ഉസ്താദുമാരെ തൊട്ടുപോലുമില്ല. ഏതാണ് അതിന് ശരിക്കും ഇന്ന് വരെ ഒരു ഉസ്താദും ആ മാറ്റർ തൊട്ടിട്ടേ ഇല്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. എന്റെ പ്രസംഗ ജീവിതത്തിൽ ഞാനിത് പല സദസ്സിലും ചോദിച്ചു, ആ ഭാഗം മാത്രം അവർ കേട്ടിട്ടേയില്ല. അതെന്താണ്? ഈ ഇക്രിമ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കാൻ വിസമ്മതം കാണിച്ച് നബി പറയുന്ന വഹ്ദാനിയത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഔലിയാക്കളെ വിട്ടിട്ടൊരു കളിയോ അമ്പിയാക്കളെ വിട്ടിട്ടൊരു കളിയോ മരണപ്പെട്ടവരെ വിളിക്കാതിരിക്കുകയെ അതൊന്നും സാധ്യമല്ല, പടച്ചോനെ മാത്രം എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ആര്? ഇക്രിമ റളിയല്ലാഹു തആല. ഈ ഇക്രിമ കപ്പലിൽ കയറി. ഇനി ഞാൻ പറയുന്നത്, അപ്പോ കപ്പലിൽ കയറി ഇക്രിമ റളിയല്ലാഹു തആല. ഈ കപ്പലിൽ കയറിയ സമയത്ത് കാറ്റും കോളും വന്നു. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നത്, ഫൈദാ റകിബു ഫിൽ ഫുൽകി ജഅലുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. 29-ാം അധ്യായത്തിന്റെ 65-ാമത്തെ വചനം, 31-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനം.
ഈ രണ്ട് വചനത്തിൽ പറയുന്നറിയോ, ഈ മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ യാത്ര പോകണം, കടലിൽ കപ്പലിൽ കയറി യാത്ര പോകുന്ന സമയത്ത് കാറ്റും കൂടും വന്ന് കപ്പൽ ഇങ്ങനെ ആടി ഉലയ, രക്ഷല്ല, കപ്പിത്താനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഇത് വന്നപ്പോ ഇക്രിമ റളിയല്ലാഹു കപ്പലിലെ കപ്പിത്താൻ എന്താ പറയുന്നത് അറിയോ, അള്ളാനെ വിളിച്ചോളി, അള്ളാനെ വിളിച്ചോളി. അപ്പോ മുഹമ്മദ് നബി പരിചയപ്പെടുത്തി അള്ളാനെ വിളിച്ചോളി, മുഹമ്മദ് നബി വിളിക്കുന്ന അള്ളാനെ വിളിച്ചോളി. അപ്പൊ ഇക്രിമ റളിയല്ലാഹു എന്താ ചെയ്യണം അറിയോ, ആ ബേക്കിൽ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ വഴഞ്ഞു മാറ്റിയിട്ട് ഈ പറഞ്ഞ കപ്പിത്താനോടൊരു ചോദ്യം, അല്ല എന്താ പറഞ്ഞേ മുഹമ്മദ് നബി വിളിക്കണേ, അത് വിളിക്കരുതെന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ കപ്പലിൽ കയറി. ഈ കപ്പലിലെ ദുരിതത്തിൽ നിന്നും ഞാൻ വിളിക്കുന്ന, കരയിൽ വിളിക്കുന്ന ഒരൗലിയായും ഒരു മഹാനും അള്ള കൊടുത്ത കൈകൊണ്ട്, പടച്ചും കൊടുത്ത കൈകൊണ്ട് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ അള്ളാഹ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തി ആ അള്ളാഹിനെ വിളിക്കാനാണോ, ആ അള്ളാഹ്ക്കാണോ കടലിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുക? കപ്പിത്താൻ പറഞ്ഞാതെ ഇവിടെ വിടുവായിട്ടൊന്നും നടക്കൂല, അള്ളാഹിനെ വിളിക്കല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ ഇക്രിമ റളിയല്ലാഹു തആല പറയാണ്, സഹാബിയുടെ ചരിത്രം നമ്മൾ പറയുന്നു. ഇക്രിമ റളിയല്ലാഹു തആലയെ അബ്ദുൽ ഹക്കീം അസ്ഹരി, അതാരാ അബുന്റെ മോനാണ്, മറ്റേത് അബുന്റെ മോനാണ്. ഒന്ന് മക്കയിലാണ്, മറ്റേത് മക്കയിലെ അബുന്റെ മോൻ ചോദിക്കുകയാണ്, അല്ല അള്ളാനെ മാത്രം വിളിച്ചാലേ രക്ഷപ്പെടുള്ളൂ? അതെ. ഈ പ്രതിസന്ധിയിൽ, അതും കടലിലെ പ്രതിസന്ധിയിൽ, പാരാവാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, അതെ. നമുക്ക് ഒരു കാര്യം കേൾക്കണോ, ഞാൻ ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരക്കെത്തിയാൽ പിന്നെ ഞാൻ ഒരു മിനിറ്റ് കാത്തുക്കൂല, ഞാൻ ഇസ്ലാം സ്വീകരിക്കും. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കും. കരയിൽ ഇബ്രാഹിം നബീനെ വിളിച്ച, ഇസ്മായിൽ നബീനെ വിളിച്ച, ഉസൈറിനെ വിളിച്ച, ലാത്തയെ വിളിച്ച, ഉസ്സയെ വിളിച്ച, മനാത്തിയെ വിളിച്ച, ഹുബിലിനെ വിളിച്ച, വദ്ദിനെയും സുവാഹിനെയും യഹൂസിനെയും യഹൂദിനെയും വിളിച്ച ഈ ഇക്രിമ റളിയല്ലാഹു തആല, ഈ മനുഷ്യൻ കടലിൽ വെച്ച് ആരെയാ വിളിച്ച്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്ന അല്ലാഹനെ. എങ്ങനെ അല്ലാഹ് പറയാണ്, നിഷ്കളങ്കമായി കീഴ്വണക്കം ഫുള്ള് അല്ലാഹ്ക്കാക്കിക്കൊണ്ട് പടച്ചോനെ മാത്രം വിളിച്ചു. എന്നിട്ട് അല്ലാഹ് പറയണേ, കരയിലെത്തിയാൽ അവരതാ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. കരയിൽ വെച്ച് പല മഹാന്മാരെയും വിളിച്ച ആളുകൾ കടലിൽ വെച്ച് റബ്ബിനെ മാത്രം വിളിച്ചതിനെ കുറിച്ച് അല്ലാഹ് എന്താ പറയുന്നത്? അതാണ് തൗഹീദ്, അതാണ് വഹ്ദാനിയത്ത്. ഇനി ഈ ഇഖ്ലാസോടുകൂടി വിളിച്ചു എന്നല്ലേ, അതിനെ പറ്റി ഒരു മിനിറ്റ്. ഈ ലബനൻ ഖാലിസ എന്ന് കേട്ടിട്ടുണ്ടോ? ശുദ്ധമായ മിൽക്ക്, ശുദ്ധമായ പാല്. എന്തുകൊണ്ടാണ് ലബനൻ ഖാലിസ എന്ന് വിളിക്കുന്നത്? കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് ഇത് രണ്ടിലും കലരാതെ പരമപരിശുദ്ധതയോടുകൂടി ആ പാല് നിലക്കുന്നു. അതുപോലെ റബ്ബിലേക്ക് ഒന്നിനെയും ചേർക്കാതെ റബ്ബിനെ മാത്രം വിളിക്കുന്നതിന്റെ പേരാണെന്ത്? തൗഹീദ്. ഇനി നമുക്ക് ചിന്തിക്കാം, നിങ്ങളൊക്കെ ചിന്തിക്കും. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഒന്ന് മടങ്ങിപ്പോയി, നിങ്ങൾ ഈ പോയ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരോടും പറഞ്ഞു നോക്കി, അല്ല ഇക്രിമ റളിയല്ലാഹു ആരാണെന്ന് ചോദിക്കുക. അബൂജഹലിന്റെ മോനാണ്. ശരി, ഈ ഇക്രിമ റളിയല്ലാഹു തആല ഇസ്ലാം ആകുന്നതിന് മുമ്പുള്ള വിശ്വാസം എന്തായിരുന്നു? ഇസ്ലാം ആയതിനു ശേഷമുള്ള വിശ്വാസം എന്താണ്? ഇസ്ലാം ആയതിനു ശേഷമുള്ള വിശ്വാസം എന്താണ്? ഇനി എന്നെ പ്രേരിപ്പിച്ചൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇക്രിമ റളിയല്ലാഹു കരയിൽ വരുമ്പോൾ ഇനിയാണ് ഈ ഇക്രിമ ഇസ്ലാമായി എന്നുള്ള വിവരം റസൂലിന് വഹി പ്രകാരം കിട്ടുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ വിളിച്ചിട്ട് പറയാണ്, ദാ അബൂജഹലിന്റെ, കാരണം അബൂജഹൽ ആരാന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ, നമ്മളിപ്പോ പറയാണ്, നാളെ വരുന്നത് കേന്ദ്രത്തിൽ കൂട്ടിക്കൂടി അങ്ങനെ കൂടിക്കൂടി അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഒരു തുറിച്ച നോട്ടം പോലും ഇക്രിമ റളിയല്ലാഹുവിന്റെ നേരെ നിങ്ങൾ നോക്കരുത്. നബി പറയാണ്, ശരിക്കും ചിന്തിക്കണം. ഈ ഇക്രിമ റളിയല്ലാഹു വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമായി റളിയല്ലാഹു അൻഹു സമ്മതിച്ചോ? പിന്നീട് ജീവിതത്തിലെപ്പോഴെങ്കിലും അല്ല കൊടുത്ത കഴിവുകൊണ്ടാ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇസ്ലാം ആയതിനു ശേഷം, ഇപ്പം ഈ ശേഖരെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പടച്ചു കൊടുത്ത കഴിവുകൊണ്ട് അങ്ങനെ ഒരു വിളി ഇക്രിമ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ ഇസ്ലാം ആയതിനു ശേഷം ഉണ്ടായത് നിങ്ങൾ ആരുടെയെങ്കിലും ഓർമ്മയിലുണ്ടോ? നിങ്ങൾ ഇത്രയും പറയണം. കാന്തപുരം AP ഓക്കർ മുസ്ലിയാർക്ക് ഫോൺ വിളിച്ചിട്ട് ഈ ഇക്രിമന്റെ ചരിത്രം ചോദിച്ചിട്ട്
ഇക്രിമ ഇസ്ലാം ആയതിനു ശേഷം മൺമറഞ്ഞു പോയൊരു മഹാനെ വിളിച്ചതിന് ഉസ്താദെ ഒരു ഉദാഹരണം തരാൻ ഒരു വഹാബി വെല്ലുവിളിച്ചിട്ടുണ്ട്. ഉസ്താദ് ഒരു ഉത്തരം തരണം. ഖിയാമത്ത് നാൾ വരെ കിട്ടുമോ? ഖിയാമത്ത് നാൾ വരെ കിട്ടുമോ? നല്ല ക്ഷീണാണെന്നുള്ള ഒരു ഒച്ചപ്പാട് കിട്ടും. ആർക്ക്? ഉസ്താദ് എന്നിട്ട് പുറത്തൊന്നുമില്ല. ഈ പോയിന്റുകൾ ശരിക്കും മനസ്സിലാക്കും. സ്വഹാബികൾ ജീവിതത്തിൽ ഒരിക്കലും ബിലാലിനെ കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കും. എത്യോപ്യക്കാരൻ, സ്പ്രിങ് പോലെ മുടി, തടിച്ച ചുണ്ട്, കറുത്ത മനുഷ്യൻ, ഹൈറ്റ് കുറഞ്ഞ ആള്. ബിലാലിനെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ചിട്ട് പറയുന്നത് എന്താണ്? വിളിയടാ ലാത്ത വല്ലുസ്സ. ഇനി ഇതിൽ അത്ഭുതം പറയും. ഈ ലാത്ത ഉസ്സ വിളിക്കാൻ പറയുമ്പോഴും അവരാരും പറയുന്നില്ല ഇത് അള്ളയാണ്, ലാത്ത അള്ളയാണ്, മനാത്ത അള്ളയാണ്. അള്ള കൊടുത്ത കഴിവുള്ള മഹാന്മാർ മാത്രമല്ല, ഈ മഹാന്മാർ അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കും. അവിശ്വാസമല്ലേ കേരളത്തിലെ സമസ്തക്കാർക്ക്? ഖുർആന്റെ 39-ാം അധ്യായം 3-ാമത്തെ വചനം, പടച്ചോന്റെ അടുത്തേക്ക് ഇവർ അടുപ്പിക്കും. പടച്ചോന്റെ അടുത്തേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസം ദീനാണെങ്കിൽ ഇസ്ലാം സ്വീകരിച്ച് ഇക്രമാറുള്ളാന് വിളിച്ചൂടായിരുന്നു ഈ മഹാന്മാരിൽ ആരെങ്കിലും ഒരാളെ? ബിലാലുള്ളാനോട് അവർ ആവശ്യപ്പെടുന്നതിന് എന്താ? ലാത്തെ ഉസ്സേന്ന് വിളിക്കുകയും. അപ്പം ബിലാലുള്ളാന് പറയുന്നത് എന്താ? ഞാൻ വിളിക്കൂല, അല്ലാഹു അഹദ്. ആ അല്ലാത്ത ഒരാളെ ഇലാഹിന്റെ സ്ഥാനത്തേക്ക് ഒരു ലാത്തയെയും ഒരു ഉസ്സയെയും ഒരു നബിയെയും ഒരു വലിയനെയും ഞങ്ങൾ കൊണ്ടുവരില്ല. ഇതാണ് പച്ചയായ തൗഹീദ്. അവരാരും ജീവിതത്തിൽ ഒരു മഹാനെയും വിളിച്ചു ദുആ ചെയ്തിട്ടില്ല. ഒരു സഹാബിയും, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു, അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തിൽ ചെന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചെന്നപ്പോ കൈത്തണ്ടയിൽ ഒരു ചരട് കെട്ടിയിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എന്തിനാണ് നബി കുടുംബത്തിന് ശിർക്കിന്റെ ചരട്? എന്തിനാണ് നബി കുടുംബത്തിന് ശിർക്കിന്റെ ചരട്? അതായത് ശിർക്കിന്റെ ചരട് മന്ത്രിച്ചുതിയ ചരട് തൊക്കു ചെയ്തിട്ട് കെട്ടിന്റെ ചരടുണ്ടല്ലോ, അരയിലായാലും കൈത്തണ്ടയിലായാലും ഒക്കെ. ആ ചരട് ശിർക്കിന്റെ ചരടാണെന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പഠിപ്പിച്ചത്. തസ്ബീഹ് മാലയെ കുറിച്ച് പോലും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പഠിപ്പിച്ചെന്താ? ഒരു സ്ത്രീ കല്ലുകൊണ്ട് തസ്ബീഹ് മാല ഉണ്ടാക്കി ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന കാണാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. കൗണ്ട് ചെയ്ത് കാണുന്ന സ്ത്രീ ആയതുകൊണ്ട് അവരെ കൈ തൊട്ടുപോകാൻ സാധ്യതകളുണ്ട്. അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ? ഒരു വടി കൊണ്ടൊരു ഒറ്റടി കൊടുത്ത കൈക്ക് ആ തസ്ബീഹ് മാല തെറിച്ചെറിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് പറഞ്ഞു, കൈ കൊണ്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്, ഈ കൈകൾ പരലോകത്ത് സാക്ഷ്യം വഹിക്കും. സ്വഹാബിമാരുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കുന്നറിയോ? സ്വഹാബിമാര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോണത് നമുക്ക് ഹിദായത്ത് കിട്ടില്ല എന്നുള്ള. ഹിദായത്ത് കിട്ടണമെങ്കിൽ സ്വഹാബിമാര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കൽ നിർബന്ധമാണ്. സ്വഹാബിമാര് വിശ്വസിച്ചതുപോലെ സൂറത്ത് ബഖറയിലെ 137-ാമത്തെ വചനം, അവിടെ ഖുർആൻ പറയാണ്, സഹാബിമാര് വിശ്വസിച്ചതുപോലെ റബ്ബിൽ നിങ്ങൾ വിശ്വസിക്കും. അവരുടെ ഈമാൻ എന്താണോ? 70-ലധികം സ്ഥലത്ത് അടിവരക്കൊണ്ടിട്ടോ അവർ മുഅ്മിനീങ്ങളായിരുന്നു. സഹാബിമാരെ പറ്റി റാഫിദിയാക്കളും ഷിയാക്കളും സഹാബിമാരെ ചീത്ത പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഅനത്ത് പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നേരെ ലഅനത്ത് പറയുന്നുണ്ട്. പല പ്രഗൽഭരായ സഹാബിമാരെ തെറി പറയുന്നുണ്ട്. അലി ശരീഅത്തി നിങ്ങറിയാലോ, സെക്കലൈൻ ഫൗണ്ടേഷൻ അരീക്കോട് അന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇറക്കി. പാവം അവർക്ക് അറിയില്ല. അത് അലി ശരീഅത്തി ഷിയ ചിന്താഗതിക്കാരനായിരുന്നു. സഹാബത്തിന് ചീത്ത പറയുന്ന ആളായിരുന്നു. IPH പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മുആവിയയെ തലമ്പായിട്ട് പറയുന്നുണ്ട്. അത് ഷിയാക്കളായിരുന്നു, റാഫിദിയാക്കളായിരുന്നു. നമുക്ക് അവരെ 70-ലധികം തവണ ഈമാനുള്ളവർ എന്നാ പറഞ്ഞേ, ആ മുഅ്മിനീങ്ങൾ എന്നാ പറഞ്ഞേ. ആ മുഅ്മിനീകൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾക്ക് ആ സഹാബിമാർ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ചാലേ ഹിദായത്ത് കിട്ടൂ. എന്നിട്ട് ഖുർആൻ പറയുന്നതാ, നിങ്ങൾക്ക്
ആ സഹാബിമാരെ സ്വീകരിക്കാതിരിക്കാനുള്ള നിങ്ങളുടെ കാരണം എന്താണ്? നിങ്ങളുടെ പാർട്ടി സ്പിരിറ്റാണ്. ഖുർആൻ അവിടെ ഉപയോഗിച്ച പദ നിങ്ങളുടെ സംഘടനാ കക്ഷിത്വമാണ്. കാരണം സ്വാഭിമാരി ചെയ്തു എന്ന് പറഞ്ഞാലും ഇവരെന്ത് ചെയ്യില്ല, സ്വാഭിമാരി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു ചെയ്യും, സ്വാഭിമാരി ചെയ്തു എന്ന് പറഞ്ഞാലും ഒരിട്ട് ചെയ്യൂല. ശരിക്കും ചിന്തിക്കാൻ വേണ്ടിയാണ്. എന്നെ നിങ്ങൾ ആലോചിച്ചേ, ഞാൻ നിങ്ങൾക്ക് ഒരു ഖുർആന്റെ വചനം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂറത്ത് നിസായിലാണ് 4-ാം അധ്യായം 115-ാമത്തെ വാചകം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അല്ലാഹു പറയാണ്, സന്മാർഗം വ്യക്തമായതിനു ശേഷം ദൂതനുമായി എതിർത്തു നിൽക്കുക. ഇനി ഇവിടെ ഉപയോഗിച്ച പദം എന്താണ്? ആരാണ് മുഅ്മിനീങ്ങൾ? ഖുർആൻ ഇറങ്ങുന്ന കാലത്തെ മുഅ്മിനീങ്ങൾ ആരാണ്? സ്വഹാബത്താണ്. ആ സ്വഹാബത്തിന്റെ വഴി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് മൻഹജുസ് സലഫ്. മൻഹജുസ് സലഫ് എന്ന് നമ്മളിപ്പോ ജ്വല്ലറി ഒക്കെ നടത്തുന്ന ആളുകൾക്കറിയാം, ഒരു ഒരക്കല്ലുണ്ടാവും, സ്വർണ്ണം ഇങ്ങനെ നമ്മളതിലിങ്ങനെ വരച്ചു നോക്കും. അതാണ് മൻഹജുസ് സലഫ്. അതിന്റെ ആയത്തായിട്ട് ഈ ആയത്ത് പറയുന്നത് എന്താണ്? അല്ലാഹു ഖുർആനിലൂടെ ഹിദായത്ത് വ്യക്തമാക്കി. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം 16-ാം അധ്യായം 46-ാമത്തെ വചനം. സുമ്മ ഇന്ന അലൈനാ ബയാന സൂറത്ത് ഖിയാമ 19-ാമത്തെ വചനം. പിന്നെ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്, അല്ലാഹു കിതാബിലൂടെ റസൂലിലൂടെ ഇതൊക്കെ വ്യക്തമാക്കി തന്നു. എന്നിട്ട് അല്ലാഹു എന്താ പറയുന്നത്? ഈ നബിയെ കണ്ടു വളർന്ന പ്രഥമ പ്രബോധിത സമൂഹമായ സ്വഹാബത്ത്, ആ സ്വഹാബത്ത് ഏതൊരു വഴിയിലാണോ ആ സ്വഹാബത്തിന്റെ അഖീദ എന്താണ്? നിങ്ങളൊക്കെ കേരളത്തിൽ പല വിവാദങ്ങളും സംഘടനകളും ഇവരൊക്കെ ഒരേ ഒരു പോയിന്റ് ഞാൻ നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടി പറയാം. ബദർ യുദ്ധത്തിൽ മനുഷ്യരല്ലാത്ത മറ്റു ചിലരും പങ്കെടുത്തിരുന്നു. സമ്മതിച്ചോ? ആരാ? മലക്കുകൾ. ഉറപ്പല്ലേ? ഖുർആൻ കൊണ്ട് വ്യക്തമാണ് അല്ലേ? അല്ലെ? ഖുർആൻ കൊണ്ട് 8-ാം അധ്യായം 9-ാമത്തെ വചനം. ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിത്തുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും മദില്ല. സൂറത്ത് ആൽ ഇംറാൻ 123-ാമത്തെ വചനം. ഈ രണ്ട് ഖുർആനിക വചനം മുന്നിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് വളരെ പ്രധാനമായ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല, ബദർ യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തു എന്നുള്ളത് ആർക്കറിയാം? നബിക്കറിയാം, സ്വഹാബത്തിനറിയാം, അബൂജഹലിനറിയാം. മീകായിലിന്റെ വെട്ടേറ്റാണ് ആദ്യത്തെ വെട്ട്. അബൂജഹലിന്റെ കഴുത്ത് കൊണ്ടുള്ള മീകായിലാണ് ഇസ്ലാമിന്റെ വെട്ടാണ്. അബൂലഹബ് പോലും പറയുന്നു, അവിടെ ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂലഹബ് വേറൊരാളെ പറഞ്ഞേക്കുക ചെയ്ത്. ബദർ യുദ്ധത്തിൽ അബൂലഹബ് പങ്കെടുത്തില്ല. അബൂലഹബിനോട് ചെന്ന് വെച്ചപ്പോ അബൂലഹബ് ചോദിക്കുന്നുണ്ട്, മലക്കുകൾ ഇറങ്ങിയിരുന്നു അല്ലേ? അവർക്ക് വരെ അറിയാവുന്ന കാര്യമാണെന്ത്? അവർക്ക് വരെ അറിയാവുന്ന കാര്യമാണെന്ത്? മലക്കുകൾ ബദർ യുദ്ധത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന പോയിന്റ് ചിലപ്പോൾ ഒന്നും വിചാരിക്കാത്തൊരു ഏരിയ പറയും. പിന്നീട് ഉഹദ് യുദ്ധം ഉണ്ടായി അല്ലേ? ഏതെങ്കിലും ഒരു സ്വഹാബി, ഏതെങ്കിലും ഒരു സ്വഹാബി നബിയെ ബദറിൽ പങ്കെടുത്ത മലക്കുകൾ ഉഹദിലും ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചോ? എന്ന് ചോദിക്കരുത്. അതിനവരെങ്ങനെയാണ് കണ്ടത്? കസ്റത്ത് സുവാലായിട്ടാണ്. അധികരിച്ച ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, ദഅൂനി മാ തറക്തുകും മിന്നമാ ഖലഖ മൻ കാന ഖബ്ലകും കസ്റത്തു സുവാലിഹിം വഖ്തിലാഫും മൻ അൻബിയാഇഹിം. നിങ്ങളുടെ മുമ്പ് ഒരു സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അനാവശ്യമായ ചോദ്യം. അഹാലിമാരുടെ ജീവിതം എന്തോ അപ്പെട്ട സ്റ്റാൻഡ് ഉറപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ പറയാം? നല്ല മലക്കുകളോട് എന്നെ സുബൈക്കൊന്ന് വിളിച്ചോണ്ടേ സ്വാഭിമാരെങ്കിലും പറഞ്ഞിരുന്നോ? പറ, ഉണ്ടോ? സ്വാഭിമാരെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പറയണ്ട. അതുകൊണ്ട് നമ്മൾ പറയണ്ട. എന്തിനാവശ്യമില്ലാത്ത ചർച്ച നടത്തുന്നത്? കസ്റത്ത് സുവാല് കൊണ്ടൊരു തലമുറ നശിച്ചുപോയി എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു. അതുകൊണ്ട് നമുക്കത് വേണ്ട. ദെൻ അടുത്തത്, സ്വഹാബിമാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായി പഠിക്കേണ്ട ഒരു സ്വഹാബി തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 1-2 സംഭവങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. എല്ലാവർക്കും അറിയാവുന്ന 20 ഭൗതിക സാമ്രാജ്യങ്ങളെയും ഏകാത്മീയ സാമ്രാജ്യത്തെയും ഭരിച്ച ഒരു ആചാര്യനായിരുന്നു, ഒരു നേതാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. സയ്യിദ് ഇബ്നു അബീ വഖാസിന്റെ ആണോ
ഗവർണറായിരുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ വീട് വിലക്കുവാൻ, അതായത് ആ സ്ത്രീയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പള്ളിയിലെ ആള് കൂടി ഈ പള്ളി ഒന്ന് വികസിപ്പിക്കണം, ഈ പള്ളി ഒന്ന്, ശരിക്കും നമ്മൾ ഇന്നത്തെ മതേതര ഇന്ത്യയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്, പള്ളി ഒന്ന് വികസിപ്പിക്കണം, അതിനെ നിങ്ങളുടെ വീട് വേണം, നിങ്ങളുടെ വീടിനേക്കാൾ നല്ല വീട് വെച്ചിരും, മുന്തിയ വിലയും തരും. അങ്ങനെ നിർബന്ധിക്കപ്പെട്ട ആ സ്ത്രീ പറയുന്നുണ്ട്, ഇത് എൻ്റെ നൊസ്ട്രാൾജിയ ഉറങ്ങുന്ന മണ്ണാണ്, ഗതകാല സ്മരണകൾ ഉറങ്ങുന്ന അഴവറക്കുന്ന എൻ്റെ ആത്മാവിന് പുതിയ ഉണർവ് നൽകുന്ന എൻ്റെ ഓർമ്മകൾ കുട്ടിക്കൊള്ളുന്ന ഇടമാണ്, അതുകൊണ്ട് എനിക്ക് തരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പള്ളി വികസിപ്പിക്കൽ മഹാനിർബന്ധമായപ്പോൾ ഗവർണർ ആ വീട് പൊളിച്ചിട്ട് പള്ളി വികസിപ്പിച്ചു. ഒരാൾ പറഞ്ഞു, ഇത് ഖലീഫ ഉമർ അറിയാൻ സാധ്യത കുറവാണ്, അദ്ദേഹം ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പള്ളി വികസിപ്പിക്കേണ്ട വീടാണെന്ന് നിന്നോട്ടെ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സ്ത്രീയുടെ പരാതി വരികയാണ്. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു, എന്താണ് നിങ്ങൾ അവരോട് ചെയ്തത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, ഈ സഹോദരിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന വീട് പൊളിച്ചു കളയുക വഴി അവരുടെ കണ്ണുനീർ തുള്ളികൾ വീണ ഇടം നമുക്ക് പള്ളി സുജൂദ് ചെയ്യാൻ വേണ്ട, ഒരു പെണ്ണിന്റെ കണ്ണുനീർ വീണ ഇടം നമുക്ക് സുജൂദിന് വേണ്ട, ആ പള്ളി പൊളിച്ചു കൊടുത്തിട്ട് അവിടെ അവരുടെ വീട് പുനർനിർമ്മിക്കാൻ നമുക്ക് നല്ലൊരു മാതൃകയാണ്, നിങ്ങൾക്ക് എങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുകയും കൊണ്ടടക്കുകയൊക്കെ ചെയ്യാം. മറ്റൊരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ടെന്റിനടുത്തൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു കുട്ടി കരയിൽ, ഭയങ്കരമായ കരച്ചിൽ. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമ്മാനോട്, ഈ കുട്ടിയുടെ ഉമ്മാന്റെ തൊട്ടടുത്തൂടെ പോയിട്ട് പറഞ്ഞു, മാതാവേ എന്തിനാണ് ഈ കുട്ടി കരയുന്നത്, എന്ന് മുല കൊടുത്തൂടെ നിങ്ങൾക്ക്? അതും പറഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി അർദ്ധരാത്രിയായപ്പോൾ ആ ടെന്റിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ വീണ്ടും ഉച്ചത്തിൽ കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. കാരണം ഒരു കുഞ്ഞിന്റെ കാര്യമാണ്. അദ്ദേഹം വന്നിട്ട് ഈ സ്ത്രീയെ ഒരല്പം ശക്തമായി തന്നെ ശകാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ പ്രയാസം. ഖലീഫ ഉമറിന്റെ പ്രഖ്യാപനമുണ്ട്. എന്താ പ്രഖ്യാപനം? റേഷൻ കിട്ടണമെങ്കിൽ കുഞ്ഞു മുലകുടി മാറണം, മാറിയാലേ റേഷൻ കിട്ടും. അവർ പറയുന്നത് ഞങ്ങൾ പട്ടിണി കിടക്കുകയാണ്, ഞങ്ങളുടെ കുഞ്ഞിന് മുലകുടി മാറണേ കുറച്ചുകൂടെ സമയമെടുക്കും, അതുകൊണ്ട് പാല് കൊടുക്കാതെ കുട്ടി കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞങ്ങ് ശീലാവും. അപ്പൊ അത് കരച്ചിൽ നിർത്തും. അപ്പൊ ഇതാ കുട്ടി പാല് കുടിക്കാനുള്ള റേഷൻ തരണമെന്ന് പറയും. ഈ സംഭവം കേട്ട ആ നിമിഷത്തിൽ അബൂബക്കർ സിദ്ദീഖ് അല്ല ഉമർ ബിൻ ഖത്താബ് മടങ്ങി, കരഞ്ഞുകൊണ്ട്, വേദനിച്ചുകൊണ്ട്, ദുഃഖിച്ചുകൊണ്ട്, അങ്ങേയറ്റത്തെ ഒരു നേതാവ്, നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരി, നിങ്ങളുടെ വീട്ടിലെ ഭരണാധികാരി, രാജ്യത്തിന്റെ ഭരണാധികാരി. സുബൈ അദ്ദേഹം ഇമാമത്ത്, സുബൈക്ക് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഇമാമത്ത്, കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതി, സലാം വീട്ടി, ദിക്റുകൾക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഭരണാധികാരി എന്ന നിലയ്ക്ക് എനിക്ക് പറ്റിയൊരു തെറ്റിന്റെ പേരിൽ എത്ര കുട്ടികൾ കരഞ്ഞിട്ടുണ്ടാകാം, എത്ര മാതാക്കളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാൻ ആ നിയമം എടുത്തു മാറ്റുന്നു, ജനിച്ച എല്ലാ കുട്ടികൾക്കും റേഷൻ ഉണ്ടെന്ന് പറയൂ. അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നിസ്കാരമാകട്ടെ, അദ്ദേഹത്തിന്റെ ചിട്ടയാകട്ടെ, അദ്ദേഹത്തിന്റെ ചരിത്രമാകട്ടെ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ പേരിൽ പറയുന്ന ഒരു നുണയാണ്. നബി 11 നിസ്കരിച്ചെങ്കിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു 23 നിസ്കരിച്ച്. പച്ച നുണയാണ്, അതൊരു നുണയാണ്. ലോകത്തെ ഹദീസ് ഗ്രന്ഥം എന്ന നിലയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്തയാണ്. അതിൽ 313 ആണോ 311 ആണോ ഹദീസ് നമ്പർ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, ഒന്നെങ്കിൽ 311 അല്ലെങ്കിൽ 313. ആ ഹദീസിലുണ്ടോ എങ്ങനെ അറിയാം? അമറ ഉമർ ബിൻ ഖത്താബ് ഉബയ്യ് ബിൻ കാബ് വതമീം അദ്ദാരി അൻ യഖൂമ ലിന്നാസി അലാ 11 റകഅതൻ. ഉബയ്യ് ബിൻ കാബിനോടും തമീം അദ്ദാരിയോടും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 റകഅത്ത് ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ 20 റകഅത്തിനോ അത് മഹാന, അതായത് ഇമാം ബുഖാരിക്ക് 82 വ്യാഖ്യാന ഗ്രന്ഥമുണ്ട്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറയാണ് ബി ഇസ്നാദിൻ ദഈഫ്, 20 എന്നുള്ള റകഅത്ത് ബി ഇസ്നാദിൻ ദഈഫ്, അതിന്റെ പരമ്പര ദുർബലമാണ്. എന്നാൽ 10 മാറ്റി 11 റകഅത്തിന്റെ കാരണം എന്താ?
മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ. ആയിഷ ബീവി റളിയല്ലാഹു തആല റമളാനിലോ അല്ലാത്ത കാലത്തോ നബി 11 കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് എന്ന് പറഞ്ഞ് നബീനെ അബൂബക്കർ സിദ്ദീഖിനെ മാറ്റി വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബിലേക്ക് ചാടുമല്ലോ. അത് റമളാനിൽ മാത്രമാണ് ആ ചാട്ടം. മനസ്സിലായില്ലേ? അത് അദ്ദേഹത്തിന്റെ പേരിലുള്ളൊരു നുണയാണ്, നമ്മൾ തിരുത്തേണ്ടതാണ്. അവിടെയാണ് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹം ഖുതുബ വളരെ ഷാർപ്പായി, മാർക്കറ്റിലെ ഉള്ളി വില കൂടുന്നതിനെ കുറിച്ച് വരെ അദ്ദേഹം ഖുതുബ പറഞ്ഞു. കാരണം ഖുതുബ സന്ദർഭത്തിനനുസരിച്ച് നടക്കേണ്ട ഒന്നാണ്. ഈ ഖുതുബയെ കുറിച്ച് പറയുമ്പോൾ ആളുകളെ ചിലപ്പോൾ ആളുകൾ വിചാരിക്കും, എൻ്റെ നാട്ടിൽ വലിയ മഹല്ലാണ്, ആ മഹലിൽ ശ്മശാനമുള്ള പള്ളികളുണ്ട്. അപ്പൊ ആ പള്ളിയിൽ ഏത് രൂപത്തിലുള്ള ഖുതുബ നടന്നാലും ചില ആളുകൾക്ക് ഇത് പ്രശ്നമല്ല. കാരണം ബാപ്പാന്റെ ഖബർ സന്ദർശിക്കണം വെള്ളിയാഴ്ച, അങ്ങനൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക. വെള്ളിയാഴ്ച ജുമഅ ഖബർ സന്ദർശിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അത് നമ്മുടെ മനസ്സിലൂടെ നബി ഖബർ സന്ദർശിച്ച ദിനങ്ങൾ പോലും വേറെയാണ്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ജുമയാണ് ഏറ്റവും പ്രധാനം. വെള്ളിയാഴ്ച ഖബർ സന്ദർശനത്തെക്കാളും നിർബന്ധമുള്ളത് ജുമയും ആ ഖുതുബയുമാണ്. അതാണ്. അതെങ്ങനെയായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയദക്കിറു നാസ്. നബിയുടെ ഖുതുബ ഖുർആൻ ഓതിയിട്ട് വിശദീകരിക്കുക, അതുവഴി ജനങ്ങളെ ഉത്ബുദ്ധരാക്കുക. ഖുതുബ കേട്ടിട്ട് ജനങ്ങൾ പഠിക്കണം. മാത്രമല്ല ഖുർആൻ പറയും, നിങ്ങൾ ജനങ്ങളെ ഉത്ബുദ്ധരാക്കേണ്ടത് ജനങ്ങളുടെ ഭാഷയിലാണ്. ഖുർആനിലെ ഒരു ആയത്ത് എന്താണ്? മലയാളികൾ ഇരിക്കുന്ന സദസ്സിൽ അറബിയിൽ പറയാനല്ല എന്നുള്ളത്, മലയാളത്തിൽ പറയാം. തമിഴന്മാർ മാത്രം ഇരിക്കുന്ന ഒരു സദസ്സിൽ ഒരു നബീനെ അള്ളാഹ് അയച്ചു വിചാരിക്കുക. തമിഴന്മാർ മാത്രം ഇരിക്കുന്ന ഒരു നാട്ടിലേക്ക് ഒരു നബീനെ അയച്ചാൽ അതേ മലയാളം പറയില്ല, അതേ ഇംഗ്ലീഷ് പറയില്ല, അതേ അറബി പറയില്ല. അതേ അണ്ണമാറുകളെ, തായ്മാറുകളെ നല്ലപടിയാ യോസിച്ച് പാരുകൾ നീ പറയും. കാരണം സൂറത്ത് ഇബ്രാഹിമിലെ 4-ാമത്തെ വചനം അറിയോ? ഒരു നബീനെ അയച്ചിട്ടില്ല. ആ നബി ഏത് സമൂഹത്തിലാണോ ആ സമൂഹത്തിന്റെ ഭാഷ ഏതോ ആ ഭാഷയിലായിട്ടുണ്ടല്ലാതെ. അറബി സംസാരിച്ച 4 നബിമാരാ ലോകത്തുണ്ടായത്. ബാക്കി എല്ലാവരും അനർബിയിൽ. നമ്മൾ പറയണ ഇപ്പൊ ഞാൻ ഒരു ഖുർആന്റെ വചനം, ഒരു ബൈബിൾ വചനം പറയാം. ഒരു ഖുർആന്റെ വചനം നിങ്ങൾ കേട്ടോളൂ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതേ വാചകം ബൈബിളിൽ മാർക്കോസിന്റെ 12-ാം അധ്യായം 29. എങ്ങനെയാണ് തുടങ്ങുന്നത്? ഇവിടെ എങ്ങനെയാണ് തുടങ്ങിയത്? അതെങ്ങനെ? ഹീബ്രുവിൽ തുടങ്ങി. ഒന്ന് ഹീബ്രു ആണ്. എന്തുകൊണ്ട് ഈസാ നബി ഹീബ്രു പറഞ്ഞു? അല്ല സുറിയാനി ഭാഷ പറഞ്ഞു, അരാമിക് ഭാഷ പറഞ്ഞു. അദ്ദേഹം ആ ഭാഷയിലാണ്, ആ ഭാഷയുള്ള ജനതയോടാണ് അത് സംസാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ആ ഭാഷയെ പറഞ്ഞു. അല്ലാഹ് ഖുർആനിൽ പറയാണ് 14-ാം അധ്യായം 4-ാമത്തെ വചനം. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി മനസ്സിലാക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒരുപാട് ചരിത്രമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ഫളായിലെ സഹാബ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലിനാണ് 2000-ഓളം ഹദീസുകൾ കൊടുത്തുകൊണ്ടാണ് ആ പുസ്തകം. പച്ചെങ്കിൽ വായിക്കണം. ഫളായിലെ സഹാബ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കുറിച്ച് 2-3 വാചകം മാത്രം പറയാം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 പെൺകുട്ടികളെ ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആളാണത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം അബുൽ മസാക്കീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാണ്. ഈ മദീനത്തെ പള്ളിയുടെ ചുറ്റിലും അഹ്ലു സുഫത്ത്, അതായത് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, വസ്ത്രമില്ലാത്ത, ഭക്ഷണമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർക്ക് ഒരു നേരം മൃഷ്ടാന്നം ഭക്ഷിക്കാൻ ഭക്ഷണം കൊടുത്തിരുന്ന ആളാണ് ഡെയിലി. എന്നിട്ട് അദ്ദേഹം ഉണങ്ങിയ റൊട്ടി ഒലീവെണ്ണയിൽ കുത്തിയിട്ട് അദ്ദേഹത്തിന്റെ പല്ലുന്ന ചോര വരെയായിരുന്നു. അദ്ദേഹം ഒരുപാട് പിശുക്കി പിടിച്ചിട്ട് ഒരുപാട് അബുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ പിതാവ് എന്ന അപരനാമത്തിലാണ് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം. അദ്ദേഹം ചെയ്ത സേവനങ്ങളുടെ നിങ്ങൾക്കറിയാലോ, മസ്ജിദുൽ നബവി പോയവർക്കൊന്ന് കൈവന്നിച്ചേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിർമ്മിച്ച പള്ളി പ്രത്യേകം കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിർമ്മിച്ച പള്ളി ഉദാഹരണത്തിന് എത്ര വലിപ്പം ഉണ്ടായിരുന്നു എനിക്കാ, അത് അങ്ങനെ തന്നെ എപ്പോഴും മദീനയിലുണ്ട്. കണ്ടിട്ടുണ്ടോ? ആ പള്ളിയുടെ ഉള്ളിൽ തന്നെ. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് സ്ത്രീകൾക്ക് മറച്ചിട്ട് ഈ റൗദയിലേക്ക് വരാൻ വേണ്ടി ഒരു ഏരിയ കണ്ടിട്ടില്ലേ? അതിലിങ്ങനെ പോയിട്ട് അപ്പുറത്തൊരു കുട പൊന്തുന്നത് കണ്ടില്ലേ? അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണാം ഇങ്ങനെ
ഒരിക്കലും ഈ ഇത്ര വന്ന ബിൽഡിങ് അത് ഉസ്മാൻ ഉൽഫാന്റെ കാലത്ത് വികസിപ്പിച്ചാണ് അവിടെ വരെ. ആ വികസിപ്പിച്ചവർ കൊണ്ടുവന്നിട്ടല്ല അടുത്ത വാർപ്പിന് ജോയിന്റ്. പിന്നെ എങ്ങനെ അത് സെപ്പറേറ്റ് കാണത്തക്ക രൂപത്തിൽ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ മേലേക്കുണ്ടാണ്. അത് കണ്ടിട്ടില്ല? അതിനെ പറ്റി ശ്രദ്ധിക്കണം കേട്ടോ. ഉസ്മാൻ ഉൽഫാന്റെ പള്ളി അങ്ങനെ തന്നെയുണ്ട്. ആ പള്ളിയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. നാഗില അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കൈവരെ അറ്റുപോയി ശത്രുക്കൾ ആക്രമിച്ചു. ആ പള്ളിയിൽ അദ്ദേഹം ഇമാമക്കേണ്ട പള്ളിയിൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇമാമക്കൂ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ പള്ളി പിടിച്ചോ അതിന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്തായാലും ഇമാമത്തിന് ഒരു കച്ചറക്ക് ഞാനില്ല, നിങ്ങൾ നിന്നാലും നിങ്ങൾ ഒതുങ്ങ് ഖുർആനല്ലേ, ഞാൻ ബേക്കൽ നിസ്കരിച്ചോളാം. അങ്ങനെ കോംപ്രമൈസ് ഉണ്ടാക്കിയതാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ കുറിച്ച് പലതും ഷിയാക്കൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് പഠിക്കേണ്ടതാണ്. ആ ഭാഗത്തേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല, കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. ഈ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അങ്ങേയറ്റത്തെ ലജ്ജയുള്ള ആളായി. അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് നബിയുടെ കാലിന്റെ തൊട ഒളിവാകും. കാലിന്റെ തൊട ഒളിവാക്കി നബി ഇങ്ങനെ ഇരിക്കും, ഒരല്പം തൊട ഒളിവായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് വരുമ്പോൾ നബി ആ തൊട അങ്ങനെ തന്നെ വെളിവായ തൊടയുമായിട്ടാണ് റസൂൽ ഇരിക്കുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വരുമ്പോഴും ആ വെളിവായ തൊട അങ്ങനെ കാണാം, കാൽത്തുട കാണാം. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അനുവാദം ചോദിച്ചിരുമ്പോൾ നബി പറയും അവിടെ നിന്നോളൂ, അവിടെ നിൽക്കുന്ന. എന്നിട്ട് ആ ഡ്രസ്സൊക്കെ ശരിയാക്കി ഒരു നിരക്കും ഔറത്ത് വെളിവാകാത്ത വിധത്തിൽ ഇരുന്നതിന് ശേഷം ഉസ്മാൻ വന്നു. അപ്പം അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നു ഖത്താബ് അതെന്താ നബി, നിങ്ങളെക്കാൾ അങ്ങേയറ്റം ലജ്ജയുള്ള ആളാണ്, ഞാൻ ഈ കുളത്തിൽ ഇരിക്കണം അദ്ദേഹത്തിന് സഹിക്കൂല, അങ്ങ് അള്ളാന്റെ റസൂലാണ്, അങ്ങ് വരാൻ പാടില്ല. അത്രയും ലജ്ജയുള്ള ആളായിരുന്നാല് അബൂബക്കർ സിദ്ദീഖ്. ഇനി നബിയുടെ കാലത്ത് ഞാൻ പിടിക്കുന്ന ധനാഢ്യരായിട്ടുള്ള ആളുകളോട് പറയണം, ഒരിക്കലും ധനാഢ്യരെ നബി നേരിട്ട് ചെന്ന് അവരോട് പിരിവ് ചോദിക്കുന്ന പരിപാടി ആർക്കില്ല. മുത്തുനബിക്ക് ഉണ്ടായിരുന്നില്ല. അത് കഴിച്ചിലായിന്ന ഇന്നത് ഉണ്ടായതുകൊണ്ടാണ്. മുത്തുനബിയുടെ കാലത്ത് സ്വഹാബത്തിന്റെ സ്വഭാവം നമുക്കില്ലാത്തതുകൊണ്ട് ഞെക്കി പിയേണ്ടി വരുന്നത്. ഇന്ന് അന്നങ്ങനല്ല. എല്ലാവരും നിൽക്കുന്ന സദസ്സിൽ റസൂൽ ഇങ്ങനെ പറയും, റൂമാ കിണർ വാങ്ങി ദാനം ചെയ്താൽ സ്വർഗം കിട്ടും. എനിക്കറിയാം, നേരെ മറിച്ച് എനിക്കെന്താ പറഞ്ഞു, എന്റെ 2 മോളുടെ ഭർത്താവ് ഉസ്മാനെ പൈസ ഉണ്ടാക്കി കൊടുത്തയാൾ. അങ്ങനല്ല, സ്വർഗം കിട്ടും. കാരണം സ്വർഗത്തിന് വേണ്ടിയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. ആ സ്വർഗമാണ് അവർ കാത്തിരിക്കുന്നത്. അല്ലേ? കിടമത്സരം 83-ാം അധ്യായം. കിടമത്സരം നടത്തുന്നവർ ആ സ്വർഗത്തിന് വേണ്ടി കിടമത്സരം നടത്തട്ടെ. ഈ അബൂബക്കർ സിദ്ദീഖ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മത്സരം സ്വത്ത് കൊണ്ടുവച്ച്. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മത്സരം ഇങ്ങനെ പറയും, ഇപ്രാവശ്യം ഞാൻ ചെയ്യും. അബൂബക്കർ സിദ്ദീഖിന്റെ മേലെയായിരുന്നു ഞാൻ. ഇത് കിബറിന്റെ മത്സരമല്ല കേട്ടോ, ശരിക്കും പടച്ചോന്റെ അടുത്തേക്ക് എത്താനുള്ള മത്സരം. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വത്ത് കൊണ്ടുവച്ചു. അപ്പൊ നബി ചോദിക്കണം, ഉമറേ എന്തുണ്ട്? അള്ളാഹ് എനിക്ക് തന്നതിന്റെ പാതി, എനിക്ക് 10 ലക്ഷം രൂപ ആണെങ്കിൽ 5 ലക്ഷം ഇവിടെ ഉണ്ട് നബിയെ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് വരുമ്പോൾ താരതമ്യേന ഉമർ ഇബ്നു ഖത്താബിനേക്കാൾ കുറവാണ് അബൂബക്കർ സിദ്ദീഖിന്റെ സ്വത്ത്. നബി ചോദിച്ചു എന്താ ഒന്നെന്ന്? അള്ളാഹുവിനെ റസൂലിനെ മാത്രം ബാക്കിയാക്കി അള്ളാഹ് തന്ന മുഴുവനും. അന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെ ഞാൻ അബൂബക്കർ സിദ്ദീഖിനോട് മത്സരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് വെറുതെ എന്റെ അമല് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, അബൂബക്കറിനെ തോൽപ്പിക്കാനുള്ള നിയ്യത്ത് വെച്ചിട്ട് മത്സരിക്കുന്ന ഒരു സ്വർഗത്തിന് വേണ്ടി. നമ്മളോ? ഇപ്പൊ നിങ്ങൾ നോക്ക്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ചെറിയൊരു ഉദാഹരണം. അദ്ദേഹത്തിന്റെ നോമ്പുകാരനായി നോമ്പ് തുറക്കാൻ സുപ്രയിലേക്ക് വരിക. സുപ്രയിലേക്ക് വരുന്ന സമയത്ത് നിറഞ്ഞ ഫുഡ്. ഒഡീശ്വരനാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഒഡീശ്വരനാണ്. ഇന്നത്തെ ബിൽഗേറ്റ്സും അംബാനി പോലും ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തൂല. അന്നത്തെ മൂല്യം കണക്കാക്കി ഇന്നത്തെ മൂല്യം കണക്കാക്കില്ല. അങ്ങനത്തെ പണക്കാരായിരുന്നു ആ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഈ സുപ്രയിൽ വന്നിരുന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് കരഞ്ഞു. മിസ്ബ് റളിയല്ലാഹു അൻഹു ഓർത്തിട്ട്, ആരാ മിസ്ബ്? മിസ്ബ് റളിയല്ലാഹുവിനെ ഉഹദിന്റെ രണഭൂമിയിൽ അതായത് മിസ്ബ് റളിയല്ലാഹു ഇങ്ങനെ മുഖം മണലിലേക്ക് ഇങ്ങനെ കുമ്പിട്ട് കിടക്കുക. അങ്ങനെ ബോധപൂർവം കിടന്നതാണ് അദ്ദേഹം. കാരണം നബി കൊല്ലപ്പെടുന്നായപ്പോൾ അത് കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വലത്തെ കൈ വെട്ടി മുറിച്ചു വരും. അങ്ങനെ അദ്ദേഹം ഇടത്തെ കൈയിലേക്ക് കൊടി പിടിച്ചു. ഇടത്തെ കൈ വെട്ടി കിട്ടി. നെഞ്ചിനിടയിൽ ആ കൊടി ചേർത്ത് പിടിച്ചു. മുറിഞ്ഞ കൈകളെ കൊണ്ട്, അച്ചു തൂങ്ങിയ 2 കൈകൾ കൊണ്ട് നെഞ്ചിനോട് ഇസ്ലാമിന്റെ കൊടി ചേർത്ത് പിടിച്ചു. അവസാനം സൂറത്ത് ആൽ ഇംറാനിലെ 144-ാമത്തെ വചനം ഉച്ചരിച്ചുകൊണ്ട് മിസ്ബ് നിലത്ത് വീണു. ഖബ്ബാബ്
മിസ്അബിനെ എടുത്തിട്ട് ഇങ്ങോട്ട് പിടിച്ചു രണ്ട് കൈയിൽ. അല്ലാഹുവിന്റെ റസൂൽ കുട്ടികൾ കരയുന്ന പോലെ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മിസ്അബിന്റെ ജീവിതത്തിന്റെ രണ്ട് ഘട്ടത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നിതാ തലമറച്ചാൽ കാല് പുറത്ത്, കാല് മറച്ചാൽ തലപുറത്ത് എന്ന രൂപത്തിൽ എന്റെ മിസ്അബ് വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച ആളാ മിസ്അബ്. ആ മിസ്അബ് ഓർത്തിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഈ ഭക്ഷണമൊക്കെ വേണ്ടാന്ന് വെച്ചു. അവരുടെ ഓർമ്മകൾ അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞു, ധനാഢ്യരായ ആളുകൾ സ്വർഗത്തിൽ പോവുക നല്ല പ്രയാസപ്പെട്ടിട്ടാണ്, സ്വർഗത്തിൽ നിരങ്ങിയിട്ടാ പോവുക. അപ്പൊ അന്ന് മദീനയുടെ മാർക്കറ്റിൽ 70 ഒട്ടകപ്പുറത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ വിഭവങ്ങൾ വന്നു. മാർക്കറ്റ് കച്ചവടം ചെയ്യാനുണ്ട്. 70 ഒട്ടകപ്പുറത്ത്. നമ്മുടെ നാട്ടിൽ 70 ലോറിയിൽ സാധനം വരിക എന്ന് പറയുന്നേ, അത്രയും വലിയ ഒട്ടകക്കട്ടിലിൽ സാധനം. സ്വർഗം ലഭിക്കുന്നതിന് വേണ്ടി ആ 70 ഒട്ടകത്തിലെയും വിഭവങ്ങൾ അദ്ദേഹം ദാനം ചെയ്തു. നാം ആലോചിക്കേണ്ട കാര്യമാണ്. എന്നാൽ നമുക്ക് അബൂ തലത്തുൽ അൻസാരി, ഞാൻ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളും എല്ലാവരും ഈ അബൂ തലത്തുൽ അൻസാരി കല്യാണം കഴിക്കുന്ന ഉമ്മു സുലൈമിന്റെ അടുത്ത് വരുമ്പോൾ ഉമ്മു സുലൈം പറയുന്ന ഒരു കാര്യം, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് ജാതിയും മതവും സാധാരണ പറയില്ലെന്താ, പ്രേമത്തിന് കണ്ണും ആരും കയ്യും മാത്രമല്ല, ബാപ്പയില്ല ഉമ്മയില്ല, നാട്ടുകാരുമില്ല, മൂല്യമില്ല, മതവുമില്ല. അവർ കൂടി ചേർത്ത് പറഞ്ഞോളിട്ടോ, കണ്ണും കയ്യും മാത്രമല്ല, ബാപ്പയില്ല ഉമ്മയില്ല. മറുഭാഗത്ത് പ്രേമിക്കുന്നവൻ ആരായാലും ഓൻ മുത്രയിച്ച കയ്യാൻ മണ്ടില്ല, കകീലാൻ മണ്ടില്ല, ഓൻ പാമ്പിനെ ആരാധിച്ചാൽ മണ്ടില്ല, തേളിനെ ആരാധിച്ചാൽ മണ്ടില്ല, അവനോട് തുണിയെടുത്തില്ല, അവന്റെ മുടിയൊക്കെ എത്ര ഉണ്ടാവും, പല്ലിന്റെ ജീവിതത്തിൽ തെച്ചിട്ടുണ്ടാവില്ല. ഇന്നത്തെ നമ്മൾ നല്ല സുന്ദരി പെൺകുട്ടിക്ക് ഏറ്റവും ഇഷ്ടമാണ് ജീവിതത്തിൽ പല്ലിയെ കാത്തുന്നത്. ഓൻ ചോദിക്കും, പല്ലൊക്കെ തെച്ച് വൃത്തിയിലൊക്കെ നല്ല എനിക്ക് വേണ്ട, ഈ കഴുകുവോ 2 കഴിഞ്ഞാൽ ഇല്ല, മജ്ജൻ എൻ്റെ മുതല്. എന്തായിരിക്കും ഇന്നത്തെ പെൺകുട്ടിക്ക് അത്ര റങ്ക്? എനിക്കത് മനസ്സിലാക്കുക. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾ പരിശോധിച്ചോ. നമ്മൾ അതീവ സുന്ദരി ഒരു പെൺകുട്ടിനെ കണ്ടിട്ട് എവിടെ നമ്മളെ എൻ്റെ കാമുകെന്ന് വെച്ച് നോക്ക്, കൊതുമ്പിൽ എലിൻ്റെ വാങ്ങി ഒരു സാധനങ്ങൾ വരുന്നത് കാണാം. ഒരു 250 കയറിക്കാനുള്ള കുടയായിരിക്കും എൻ്റെ മുടി, അവൻ്റെ ശരീര കുടക്കമ്പി പോലൊരു സാധനമായിരിക്കും, അവൻ്റെ പേൻ്റെ 350 കീറലുണ്ടാവും. ഈ സാധനത്തിന് എന്താ യോഗ്യത? ഒരു യോഗ്യത ഇല്ല എന്നുള്ളതാണ് അത്ര യോഗ്യത നമ്മുടെ കുട്ടികളെ. പക്ഷെ ഉമ്മു സലൈം റളിയല്ലാഹു തന്നെ എടുത്തു വന്ന അബൂ തലത്തുൽ അൻസാരി. ഈ അബൂ തലത്തുൽ അൻസാരി ആരാ? സുമുഖരിൽ സുമുഖൻ, ലക്ഷപ്രഭു, കോടീശ്വരൻ, 50 അമ്പെയ്ത്തുകാരിൽ മഹാധീരൻ. അദ്ദേഹം വന്നിട്ട് ചോദിക്കുമ്പോൾ ഉമ്മു സലൈം റളിയല്ലാഹു തന്നെ പറയുന്നത് അറിയോ, എന്തായിട്ട് എന്താ, പൈസ ഒന്നും ഉണ്ടായിട്ടില്ല, ബുദ്ധിയില്ല. അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഷെയിമായി. അതേ ചോദിച്ചെന്താ, ഒന്നില്ല, ഒരു മരത്തടി അതിങ്ങനെ മുറിച്ചിട്ട് തീയിലിട്ടാ കത്തിപ്പോവും. അതിന്റെ ബാക്കിയുള്ള മരത്തടി കൊണ്ട് ബിംബത്തെ ഉണ്ടാക്കിയിട്ട് പൂജാമുറിയിൽ വെച്ചിട്ട് പറയാം, ഇത് ദൈവമാണ്, അതിനെ പിടിച്ചൊന്ന് തീയിലിട്ട് വെക്കുക. മുസ്ലിം കത്തിയതായി പോവും. അതുകൊണ്ട് ആദ്യം നിങ്ങൾക്ക് ബുദ്ധി ഉറക്കട്ടെ, എന്നിട്ട് എൻ്റെ ഭാര്യ അതാ, ഞാൻ അത്യാവശ്യം ബുദ്ധിയുള്ളതാണ്, തൗഹീദുള്ള ഒരു ബുദ്ധിയുള്ളവരാണ്, അത് മനസ്സിലായിക്കോട്ടെ. ഒരു മീൻ പീടികയിൽ മീൻ വിൽക്കണ ബഷീർ അള്ളാനെ മാത്രം വിളിക്കണമെങ്കിൽ ലോകത്തെ 700 ശാസ്ത്രകാരൻ പോലും അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ ഏലായിട്ടില്ല. കാരണം ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചൊരു പടച്ചോനാന്ന് കണ്ടെത്താൻ കഴിയാത്തവൻ ഓൻ ഏത് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടുണ്ടാ, ഒരേത് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്ന. എന്നിട്ട് ഈ അബൂ തലത്തുൽ അൻസാരി ചെയ്യുന്നതറിയോ, അദ്ദേഹത്തിന്റെ രാത്രിയിൽ ഇതിങ്ങനെ മുസ്ലിമിന്റെ ഈ വാചകം ഇങ്ങനെ മനസ്സിൽ കിടന്നിങ്ങനെ തിളക്കുക. ഇങ്ങനെ ബിംബത്തെ പൂജാമുറിയിൽ നോക്കും, ബിംബത്തിങ്ങനെ നോക്കും, എന്നാൽ ആ ബിംബം എടുത്ത് കൊണ്ടുവന്നിട്ട് മുറ്റത്തേക്ക് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ആ ബിംബം എടുത്തിട്ട് പൂജാമുറിയിൽ നോക്കും, എന്താ കുരുത്തക്കേട് വെച്ചു ഞാൻ. അതാണ് 39-ാമത്തെയും 36-ാമത്തെ വചനത്തിൽ പറയുന്ന അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദു, അല്ലാഹു പുറമേയുള്ളവർ അവർ നിന്നെ പേടിപ്പിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ഈ സന്ദർഭത്തിലാണ്. പിന്നെ എടുത്ത് പുറത്തിടും, പിന്നെ അവസാനം അത് ഉപേക്ഷിച്ച് തൗഹീദ് സ്വീകരിച്ച് 80 ചില്ലാനം വെട്ടേറ്റിരുന്നു ഉഹദ് യുദ്ധത്തിൽ. അബൂ തലത്തുൽ അൻസാരിക്ക് 80 ചില്ലാനം. ഈ അബൂ തലത്തുൽ അൻസാരിയാണ് ബൈറുവാദ് തോട്ടം, മദീന ബാബുജീലി എന്ന് പറയുന്നത്. ആ ഭാഗം ഇറങ്ങിയിട്ട് വരുന്ന പിന്നെ കാണുന്ന എന്താണ്, വിശാലമായ മാർബിൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുകയാണ് 2 കിലോമീറ്ററോളം. അത് ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ ബൈറുവാദ് തോട്ടായിരുന്നു. ആ ബാബുജീലിൽ നിന്ന് ഇറങ്ങുന്നിടത്തായിരുന്നു ബൈറുവാദ് തോട്ടം. ആ തോട്ടം 3-ാം അധ്യായം 92-ാമത്തെ വചനം. അതായത് സുന്നത്ത് നിസ്കരിക്കാൻ അദ്ദേഹം തോട്ടത്തിൽ വരും. ബൈറുവാദ് തോട്ടത്തിൽ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വരും. ഈ ബൈറുവാദ് തോട്ടത്തിൽ സുന്നത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ പക്ഷികളുടെ കളപൂജനം കേട്ട് ദുനിയാവിനോടുള്ള മഹബത്ത് മൂത്തപ്പോ അവിടെ നിങ്ങൾ നോക്ക്, ഓതി കൊടുത്ത ആളാണ് ആര്?
നബി പറഞ്ഞോ അബൂതല്ലത്തുൽ അൻസാരി ബൈറുവാ ദാനം ചെയ്ത് കളയും, വഖഫ് ചെയ്ത് കളയും? മിണ്ടിയില്ല. അദ്ദേഹം വന്നിട്ട് നബിയോട് പറയാം, ഇനി ഈ സ്വത്ത് എനിക്ക് വേണ്ട, ഏറ്റവും പ്രിയങ്കരം ബൈറുവാവ് തോട്ടമാണ്, ഞാൻ എത്തുകയാണ്. നമ്മുടെ നാട്ടില് 10 സെന്റ് ഭൂമി പള്ളിക്ക് റോഡ് സൈഡിൽ ചോദിച്ചാൽ കൊടുക്കാത്തവർ നമ്മൾ ഇരിക്കുന്നവരൊക്കെ. എന്നിട്ട് നമ്മൾ മരിച്ചാൽ മോൻ പറയും 20 സെന്റ് നിങ്ങൾ എടുത്തോളി. കാരണം മുത്തുനബി ചോദിക്കേണ്ട അനന്തരാവകാശത്തിന് കാവലിരിക്കുന്ന വിഡ്ഢികളാണോ നിങ്ങൾ? നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കാലത്ത് മക്കൾക്കൊന്നും അവകാശമല്ല, നിങ്ങളതാ. പക്ഷെ നിങ്ങളെ മകന്റെ കയ്യിലെത്തി ഓന് 20 സെന്റ് ആ പള്ളിക്ക് കൊടുത്ത് കൂലി ഓന് കിട്ടി. കാരണം അനന്തര സ്വത്ത് നിങ്ങളതല്ല. പിന്നെ പക്ഷെ ഉള്ളപ്പോൾ കൊടുക്കാൻ പറ്റണം. അബൂതല്ലത്തുൽ അൻസാരി കൊടുത്ത പോലെ. ഇനി അബൂ ദർ ഗിഫാരി, എനിക്ക് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്വഹാബി അബൂ ദർ ഗിഫാരി. ദാറുൽ അർഖം, ഈ ദാറുൽ അർഖമിൽ വന്നിട്ട് ആദ്യം സലാം പറഞ്ഞ ആളാണ് ആര്? അബൂ ദർ ഗിഫാരി റളിയല്ലാഹു തആല. അബൂ ദർ ഗിഫാരി നബിയോട് ആദ്യം സലാം പറഞ്ഞ സ്വഹാബിയാണ് അബൂ ദർ ഗിഫാരി. അദ്ദേഹം നബിയുടെ അടുത്ത് വന്നു, ഷഹാദത്ത് സ്വീകരിച്ചു. ഉടനെ തന്നെ അദ്ദേഹം കാബത്തിനെടുത്ത് നിന്നിട്ട് തൗഹീദ് പറഞ്ഞു. അടി കിട്ടി, ചുണ്ടൊക്കെ പൊട്ടി. അദ്ദേഹം നബിയുടെ അടുത്തേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ദർ ഗിഫാരിയോട് റസൂൽ പറഞ്ഞു, എന്തിനാണ് ഇവിടുത്തെ അവസ്ഥ അറിയില്ലേ? ഞങ്ങളൊക്കെ ഇവിടെ പേടിച്ചിങ്ങനെ കഴിയുന്നൊരു ഘട്ടമാണിത്. അങ്ങനെ രണ്ടാമത്തെ ദിവസവും അബൂ ദർ ഗിഫാരി അവിടെ എത്തി. അബൂ ദർ ഗിഫാരി അവിടെ എത്തിയപ്പോൾ 2 സ്ത്രീകൾ ബിംബത്താരാധിക്കുക. അപ്പൊ അദ്ദേഹം അതിനെതിരെ ശബ്ദിച്ചു. അപ്പൊ സ്ത്രീകൾ ഒച്ചപ്പാടുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി. അപ്പൊ ആളുകൾ വന്ന് അദ്ദേഹത്തിന് വീണ്ടും തല്ലി കിട്ടി. അബൂ ദർ ഗിഫാരി വീണ്ടും റസൂലിന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലേ അബൂ ദറേ, കുറച്ച് അപകടം പിടിച്ച ഏരിയയായി, നീ പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട, നിന്റെ നാട്ടിലോട്ട് പൊയ്ക്കോ. എന്നിട്ട് അബൂ ദർ ഗിഫാരിയോട് മുത്തുനബി പറയുന്ന ഒരു കാര്യം, നീ ഇവിടുന്ന് പഠിച്ചത് നിന്റെ ഗോത്രത്തിൽ പോയിട്ട് പറഞ്ഞു. ഇനി ഞാൻ പറയുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അബൂ ദർ ഗിഫാരി ആദ്യമായിട്ട് വീട്ടിലെത്തി, നാട്ടിലെത്തി. ഈ ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരുടെ ഗോത്ര, പിടിച്ചുപറിക്കാരുടെ ഗോത്ര. റോട്ടിലൂടെയൊക്കെ പോകുന്നവരൊക്കെ പിടിച്ച് വഴികളിലൊക്കെ നിന്നിട്ട് പിടിച്ച് പറിച്ച് വേദനിപ്പിച്ച് മർദ്ദിച്ച് കൊല്ലേണ്ടി വന്ന ഒന്ന് അങ്ങനെയൊക്കെ ജീവിച്ചവരാണ് ഗിഫാർ ഗോത്രം. ആ അബൂ ദർ ഗിഫാരി വീട്ടിലെത്തി അനുജനോട് അനീസിനോട് തൗഹീദ് പറഞ്ഞു. അദ്ദേഹം മനസ്സിലാക്കിയ തൗഹീദ് വേറൊരു ഇൽമുല്ല, ഒരു സർട്ടിഫിക്കറ്റുമില്ല, മദനിയല്ല, സലഫിയല്ല, ഇഖമിയല്ല, സലാഹിയല്ല, ഒന്നുമല്ല, നബിയല്ല, ഒന്നുമല്ല. നബിയിൽ നിന്ന് തൗഹീദ് കേട്ടിട്ട് അനുജനോട് പറഞ്ഞു. അനുജൻ സ്വീകരിച്ചു. അനുജൻ കാക്കയും കൂടെ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മ സ്വീകരിച്ചു. ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കും. ഉമ്മയും ഈ 2 മക്കളും എല്ലാ വീട്ടിലും കയറുകയാണ്. ഗിഫാർ ഗോത്രത്തിലെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങാൻ. എല്ലാ വീട്ടിലും ഉൾപ്പെട്ടല്ലോ, വോട്ട് കഴിച്ചുകൊണ്ട് കയറുന്നു. അതുപോലെ തൗഹീദ് പറഞ്ഞിട്ട് ഇങ്ങനെ കയറുകയാണ്. അവസാനം മക്ക കഴിഞ്ഞു, റസൂലുള്ളാഹി മദീനയിൽ വന്നു, കാലചക്രം കറങ്ങി, മദീനയിൽ വലിയൊരു സമൂഹം ഉണ്ടായി, രാഷ്ട്രം ഉണ്ടായി. അവിടെ മദീനയിലെ ദൂര മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ പൊട്ടുപോലെ ഒരു സംഘം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോട് പറഞ്ഞ, 1000 എടുത്തോളൂ, ആരോ യുദ്ധത്തിന് വരാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയുക? കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ ദൂരെ, കുറച്ച് ദൂരേന്നാ വരുന്നത്. അതുപോലെ ആരാ എന്താന്ന് പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്തടുത്ത് വന്നുകൊണ്ട് നബിക്ക് മനസ്സിലായി അബൂ ദർ ഗിഫാരിയാണ് വരുന്നത്. മർഹബ മർഹബ യാ അബൂ ദർ എന്ന് പറഞ്ഞ അബൂ ദർ ഗിഫാരിയെ സ്വീകരിച്ചു. അബൂ ദർ ഗിഫാരിയെ സ്വീകരിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ദർ ഗിഫാരി പറയാണ്, നബിയെ, നാട്ടിലേക്ക് മടങ്ങാനും ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ പറയാനും അങ്ങനോട് പറഞ്ഞില്ലേ? ഞാന് എൻ്റെ അനുജനോട് പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു, ഞങ്ങൾ പിന്നെ എല്ലാവരും വീട്ടിലും കയറി പറഞ്ഞു. ഈ ഗോത്രത്തിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഇതാ ഇസ്ലാമിലേക്ക് വരാൻ എൻ്റെ നേതൃത്വത്തിൽ കാരണമായി ദൈവരെ. അന്ന് നബി പറഞ്ഞ എന്താ അറിയോ? അബൂ ദർ ഗിഫാരിയുടെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദ് അബൂ ദറെ നിങ്ങളാണ് നിർവഹിച്ചത്. ഇനി ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ദൈവത്തെ എന്ന നിലക്ക് സംഘടനയെ സമ്മേളനം നടത്തി. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, 2014 മനുഷ്യരെ നാം ഒന്ന്, നമ്മുടെ ദൈവം ഒന്ന് തന്നെ നമ്മുടെ വിഷയം അവതരിപ്പിച്ചു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു അതിന് ശേഷം എത്രയോ കാലത്ത് നമ്മൾ ഇവിടെ വരുന്നത്. ഇവിടെ ആരും വരേണ്ടയില്ല. നിങ്ങൾ വിചാരിച്ച, നിങ്ങൾ മനസ്സിലാക്കിയൊരു തൗഹീദില്ലേ, അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്നെ വിശ്വസിച്ച സഹാബത്തും നിങ്ങളെ ക്ഷണിക്കുന്നത് ശുദ്ധമായ തൗഹീദിലേക്കാണ്. ആലോചിക്കുന്നത്. അപ്പൊ ആ തൗഹീദി പ്രബോധനം നമ്മുടെ ബാധ്യതയാണ്. ഇനിയോ മഹാനായ അബൂ ജഹൽ
അബൂജഹൽ ഒരു വലിയ ചരിത്രമാണ്. സുഹൈൽ ബിൻ അംറിന്റെ മകനാണ്. ഏറ്റവും ഹുദൈബിയ സന്ധിയിൽ മറുഭാഗത്ത് ബിസ്മി ഇന്ത്യ വെട്ടി ഒഴിവാക്കണം എന്ന് പറഞ്ഞ സുഹൈൽ ബിൻ അംറിന്റെ മോനാണ് അബൂജഹൽ. ഈ അബൂജഹൽ കാലിൽ ചങ്ങലയൊക്കെ ആയിട്ട് നബിയുടെ അടുത്തെത്തുക. ഹുദൈബിയ സന്ധി സമയം കരാറിൽ ഒപ്പുവെക്കാൻ സമയമായി. കരാറിൽ ഇങ്ങനെ പൂർത്തീകരിച്ചതിന് ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതിനിടയിലാണ് അബൂജഹൽ വരുന്നത്. നബിയെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ നബിയെ ഇവർ പീഡിപ്പിക്കും. സ്വന്തം ഉപ്പ അബൂജഹലിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. ശരിക്കും കണ്ണെന്ന് പൊന്നിച്ച പറയിപ്പോയി അബൂജഹലിനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ പാലിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് പറഞ്ഞു, അബൂജഹലേ, കരാറിൽ ഏർപ്പെട്ടു. അബൂജഹലേ, ഇനി മാറ്റി പറയാൻ പറ്റില്ല. അബൂജഹലേ, നീ മടങ്ങിപ്പോണം. നിനക്ക് അല്ലാഹു ഒരു മഖ്റജ് ഉണ്ടാക്കി തരും. അബൂജഹലേ, പീഡനമായിരുന്നു, ത്യാഗമായിരുന്നു, ബഹിഷ്കരണമായിരുന്നു. 13 കൊല്ലത്തെ മക്ക ജീവിതത്തിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുന അല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുന അല്ലാഹ് ഇല്ലാ അൻ യഖൂലു റബ്ബുന അല്ലാഹ്. സൂറത്ത് ഹജ്ജിലെ 39-40 വചനം. അല്ലാഹ്, ആ അല്ലാഹനെ ഞങ്ങൾ വിളിക്കുന്നു പറഞ്ഞതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, നാട്ടിൽ നിന്ന് നാട്ടി ഓടിക്കപ്പെട്ടവർ. ഇന്നല്ലാഹു ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന ബിഅന്ന ലഹുൽ ജന്ന ബിഅന്ന ലഹുൽ ജന്ന. സൂറത്ത് തൗബയുടെ 111 വചനം. ശരീരവും സമ്പത്തും വിലക്ക് വാങ്ങി. അവർ കൊല്ലപ്പെട്ടു, അവർ കൊല്ലുകയും ചെയ്തു അല്ലാഹുവിന് വേണ്ടി. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒരടരാടി കൈകൾ കൊടുത്തു, കാലുകൾ കൊടുത്തു. ഹംസാന്റെ കരൾ കടിച്ചു തുപ്പി. സുമയ്യയുടെ മുഖ്യസ്ഥാനത്തേക്ക് കുന്തമറിഞ്ഞു വന്നു. അമ്മാറും യാസറും സുമയ്യയും ഖബ്ബാബും പീഡിപ്പിക്കപ്പെട്ടു. ഖബ്ബാബിൻ ഹറത്തുള്ളാനെ മലർത്തിക്കടത്തി. പുറത്തുകൂടെ അഗ്നിജ്വാലകൾ വലിച്ചേച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്ത് ഖബ്ബാബ് വരുന്ന രംഗമുണ്ട്. അദ്ദേഹത്തിന്റെ നോക്കി അദ്ദേഹം എപ്പോഴും ഒരു പുതപ്പിന്റെ കഷ്ണം ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ താഴെ വരെ മര്യാണി വരെ എത്തുന്ന വിധത്തിൽ ഒരു പുതപ്പ് ഇങ്ങനെ പിടിക്കുമായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സിൽ വന്നപ്പോൾ അറിയാതെ ആ പുതപ്പിന്റെ പിടുത്തം വിട്ടു. അത് താഴോട്ട് ഊർന്നു വീണപ്പോ ഖബ്ബാബിന്റെ പുറത്താഴമേറിയ ദ്വാരമുണ്ടായിരുന്നു. എല്ല് കാണാമായിരുന്നു. തൗഹീദ് സ്വീകരിച്ചതിന് വേണ്ടി ശത്രുക്കൾ പീഡിപ്പിച്ചിട്ട്. അങ്ങനെ പീഡനം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ബേജാറ് വിശ്വം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ബിലാലിന്റെ നാമം പുറത്തു വന്നിരുന്നു. പുറമാകെ പൊള്ളിയിരുന്നു. കല്ലെറിയപ്പെട്ടിരുന്നു. തായിഫിൽ നബിയെ കല്ലെറിഞ്ഞിരുന്നു. ആട്ടി ഓടിക്കപ്പെട്ടിരുന്നു. അംഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമു സ്വാബിരീൻ. അംഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബസാഉ വദ്ദറാ വസുൽസിലു സിൽസാലൻ ശദീദാ വസുൽസിലു. അവർ ഉറപ്പിക്കപ്പെട്ടു. സൂറത്ത് ബഖറയിലെ 214, സൂറത്ത് ആൽ ഇംറാനിലെ 142. അല്ല, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? സുമയ്യ ബീവി പീഡിപ്പിക്കപ്പെട്ടു. ആയിഷ ബീവി അപഹസിക്കപ്പെട്ടു. സൈനബ ബീവിക്ക് ചീത്തകൾ കേണ്ടി വന്നു. പല ആളുകളും പീഡിപ്പിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അവർ നിലകൊണ്ടു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് അവർ മനസ്സിലാക്കി. ഇനി അല്ലാഹ് നമ്മളോട് പറയണം. ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹു വറളു അൻഹു. മുൻകടന്നുപോയ മുഹാജിറുകളും അൻസാറുകളും. മുഹാജിറുകൾ മദീനയിലേക്ക് വന്നപ്പോൾ കാത്തിരുന്നു. യൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തേക്കാൾ അവർ മറ്റുള്ളവരെ സ്നേഹിച്ചു. ചങ്ക് പറിച്ചു കൊടുത്തു, വീട് കൊടുത്തു. 2 ഭാര്യമാരുണ്ടായിരുന്നവർ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലി അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഒരു റൂമുള്ളവർ അതിനെ 2ആക്കി പകർത്തു. 2 റൂമുള്ളവർ റൂം കൊടുത്തു. 2 കച്ചവട സ്ഥാപനമുള്ളവർ ഒന്ന് കൊടുത്തു. അല്ലാഹ് ഖുർആനിലെ സൂറത്ത് അഹ്സർ പറയാ. എന്നിട്ട് അവർ ഇങ്ങനെ പ്രാർത്ഥിച്ചു അത്രേ. വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ
ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. പടച്ചവനെ മുൻകടന്നു പോയ വിശ്വാസികളോട് ഞങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കരുത്. അവരോട് ഞങ്ങൾക്ക് സ്നേഹം ഉണ്ടാവണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മനസ്സുണ്ടാകണം. പടച്ചവനെ ഒരാളോട് ഞങ്ങൾക്ക് വെറുപ്പുണ്ടാകരുത്. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മുടെ സ്വഹാബത്ത് അത്രയും സ്നേഹത്തിലാണ്. അവർക്ക് ഒരാൾക്ക് വേദനയായാൽ അവരെക്കാൾ വലിയ വേദനയായിരുന്നു അവർക്ക്. ജാബിറിന്റെ മുഖത്ത് നോക്കി നബി ചോദിച്ചു, ജാബിർ ഇന്നെന്തു പറ്റി ജാബിർ? അവ പറഞ്ഞു, ഉഹദ് യുദ്ധത്തിൽ എന്റെ ഉപ്പ കൊല്ലപ്പെട്ടു, അബ്ദുല്ലാഹ് ഇബ്നു ഹറം കൊല്ലപ്പെട്ടു. എനിക്ക് 9 പെങ്ങന്മാരുണ്ട് നബിയെ, അവരുടെ ഭാരം മുഴുവൻ എന്റെ കയ്യിലാണ്. നബി അദ്ദേഹത്തിന്റെ കടം കൊടുത്തു കൊടുത്തു. പറയേണ്ട വളരെ പ്രമുഖനായ ഒരാളാണ് ബിലാൽ റഹ്മാൻ. ബിലാൽ റഹ്മാനോട് നബി പറയുന്നുണ്ട്, ഇഫ്തഹിൽ ബാബക യാ ബിലാൽ, ബിലാൽ എന്റെ ഷോൾഡറിൽ ചവിട്ടു ബിലാൽ കഅബത്തിലേക്ക്. അപ്പൊ ചോദിക്കുന്നുണ്ട് ബിലാൽ, നബിയെ വെളുത്തു തൊടുത്ത അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഖുറൈശി പ്രമാണികളെടുത്ത് കറുത്ത കാപ്പിരിയായ ബിലാലിനെ അങ്ങ് നിന്ദിക്കുകയാണ് റസൂൽ. ഇഫ്തഹിൽ ബാബക യാ ബിലാൽ, ബിലാൽ തുറക്കൂ, കേറി നിന്ന് വാങ്ങു കൊടുക്കൂ. ഒരിക്കൽ നബി ചോദിക്കുന്നു, ബിലാൽ സ്വർഗത്തിൽ അങ്ങയുടെ കാലിന്റെ ശബ്ദം കേട്ടല്ലോ ബിലാൽ, എന്തായിരുന്നു? അപ്പൊ ബിലാൽ എന്നാണ് പറയുന്നത്, നബിയെ ഞാൻ എപ്പോ ഉതെടുത്താലും 2 റക്അത്ത് നിസ്കരിക്കും, എപ്പോ ഉതെടുത്താലും 2 റക്അത്ത്. നമ്മുടെ മാതൃകയാരാ? ഉമർ ബിൻ ഖത്താബിന്റെ കാലത്താണ് ഒരു പെണ്ണ് പാടി, ചുറ്റും കറുത്ത് തപോമയമായിരുന്നു മുറ്റുമിരവിതില്ലേതാകിയാണ് ഞാൻ, മുട്ടിനെന്തോയെന്നില്ലായികയാൽ നിദ്ര പറന്നുപോയോ. ഉമർ ബിൻ ഖത്താബ് കേൾക്ക്, എന്താ പെണ്ണ് പാടുന്നത്? എന്റെ ഭർത്താവ് പട്ടാളത്തിലാണ്, എന്റെ വീട്ടിൽ ആരുമില്ല, ഞാൻ ഒറ്റക്കാം, കനത്ത രാത്രിയാണ്, കാമമുണ്ടെനിക്ക്, ദാഹമുണ്ടെനിക്ക്, ഒരു പുരുഷനെ ഞാൻ ക്ഷണിക്കുമായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ പേടിച്ചതുകൊണ്ട്. കഥ പറയുന്നിടത്ത് കാമുകിയെ കാണാൻ പോയതാ അദ്ദേഹം. ഒരു കാലപ്പുറത്തും ഒരു കാലപ്പുറത്തും. സൂറത്തെ ഹദീദിലെ 16-ാമത്തെ ആയത്ത് കേട്ട് അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെ മരിക്കുന്നവരെ കരഞ്ഞു. സത്യവിശ്വാസികളെ, സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യത കർമ്മമാണ് നിസ്കാരം. ജീവിതത്തിൽ ഒരൊറ്റ സുബൈ ജമാഅത്ത് നഷ്ടപ്പെട്ടു. മരിക്കുന്നവരെ ആ സുബൈ ജമാഅത്തോർത്ത് കരഞ്ഞ മനുഷ്യനാണ് അനസ് റളിയല്ലാഹു അൻഹു. എത്ര ഖളാ വരും നമുക്ക്? പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നു. അലി റളിയല്ലാഹു അൻഹു സുബൈക്ക് എല്ലാരെയും വിളിച്ചു, വരി അസ്സലാത്ത് ഖൈറും മിനൻ നൗം, വന്നോളൂ. അങ്ങനെ കുത്തു കിട്ടിയത്. ഉമർ ബിൻ ഖത്താബ് ഇമാമത്തിൽ നിന്നിട്ട് കുത്തു കിട്ടിയത്. നമുക്കോ കൂർക്കം വലിച്ചുറങ്ങിയ നമ്മുടെ മക്കൾ രാവിലെ രാത്രി മുഴുവനും നമ്മുടെ മക്കൾ എന്താ ചെയ്യുന്നത്? മൊബൈൽ തോണ്ടാണ്. നമ്മളെന്താ ചെയ്യുന്നത്? മൊബൈൽ തോണ്ടാണ്. സഹാബത്തോ അല്ലാഹു പറയുന്നത്, കാനു ഖലീലൻ മിനൽ ലൈൽ മാ യഹ്ജഉൻ അബിലസാരിഹിം യസ്തഗ്ഫിറൂൻ. അവർ രാത്രി മുഴുവനും വല്ലദീന യബീതുന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ. 25-ാം അധ്യായം 65-66 വചനം, സൂറത്തുൽ സുമർ 9-10 വചനം. രാത്രി നിങ്ങൾ നോക്കൂ, ഖാലിദ് വലീദിന്റെ കൂടെയുള്ള സൈന്യം, സഹാബത്ത്. റുസ്തം ചോദിക്കാൻ എന്താണ് അവരുടെ പ്രത്യേകത? റുസ്തമിന്റെ സൈന്യം വന്ന് ഖാലിദ് വലീദിന്റെ സൈന്യത്തെ രാത്രി കാണുന്നുണ്ട്. അപ്പൊ എന്താ കാണുന്നത്? ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്നു, കരയുന്നു, റുകൂലാണ്, സുജൂദിലാണ്. അവർ മടങ്ങിപ്പോയി റുസ്തമിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, റുസ്തം നെവർ, ഇല്ല, അവർ തോൽപ്പിക്കാൻ കഴിയില്ല. രാത്രി മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുകയും അല്ലാഹുവിനോട് കരയുകയും തെക്കുവായിക്കൊള്ളുകയും ചെയ്യുന്ന അവരെ കണ്ണു കുടിച്ചും പെണ്ണ് പിടിച്ചും കൂത്താടിയും ഡാൻസ് കളിച്ച് ജീവിക്കുന്ന റുസ്തം, നിന്റെ സൈന്യത്തിന് അവർ അതിജയിക്കാൻ കഴിയില്ല. സൂറത്ത് അൻഫാൽ എന്താ പറഞ്ഞത്? ഈമാനുള്ള 20 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 പേരെ അതിജയിക്കാം. ഈമാനുള്ളവർ 200 പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 അതിജയിക്കാം. 1 കോടി മുസ്ലിം ഉണ്ട് കേരളത്തിൽ. നിങ്ങൾ വിചാരിക്കണം, എത്ര കോടി മുസ്ലിങ്ങളുടെ ഇവിടെ അസ്തിത്വം നഷ്ടപ്പെട്ടു പോയ മുസ്ലിം, ദർഗയിലേക്ക് ഓടുന്ന മുസ്ലിം, ശിർക്ക് ചെയ്യുന്ന മുസ്ലിം. അബൂജഹലിനോട് പോലും ലോകം നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ
പറഞ്ഞിരുന്നത് അല്ലയാണ്. ഇന്ന് നമ്മളോട് ചോദിച്ചാലോ, മുതമ്പുറില്ലാലമാരാ ചിറ്റടി നീത്തൽ അബൂബക്കറാണ്, CM മടവൂരാണ് എന്നാണ് കാന്തൂർ ഉസ്താദ് പറഞ്ഞത്. എങ്ങനെ രക്ഷപ്പെടും നമ്മൾ? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചോദിക്കുന്നുണ്ട്, ചെങ്കീസ് ഖാന്റെ പട്ടാളം പാർത്താരികളെ നശിപ്പിക്കാൻ നമ്മൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെ നിങ്ങൾ അള്ളാഹ് രക്ഷിക്കും? നിങ്ങൾ ദർഗയിലേക്കാണ് ഓടുന്നത്. ഉഹദ് യുദ്ധത്തിൽ അള്ളാഹനെ മാത്രം വിളിച്ചു, ഒരു ശിർക്കും സാപത്യവുമില്ല, ഒരു സുന്നത്തും ലംഘിച്ചില്ല, ഒരു നേരിയ അനുസരണക്കേട്, എന്നിട്ട് പോലും അള്ളാഹുവിനെ തോൽപ്പിച്ചു. എങ്കിൽ ശിർക്ക് ചെയ്യുന്ന നിങ്ങളെ റബ്ബ് ജയിപ്പിക്കണമെന്നുണ്ടോ? ഈമാനുള്ളവർ, ഈമാൻ തൗഹീദാണ്, വഹ്ദാനിയത്താണ്, അല്ലാഹുവിനെയാണ് ആരാധിക്കേണ്ടത്. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖൽ ലദീന മിൻ ദൂനി. അത് പഠിക്കുകയായിരുന്നു അവര്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വഹാബിമാരുടെ പാഠം ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് 8:30 ജമായി തുടങ്ങാം. അത് മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കുറിച്ചാണ്. അത് പറയാതിരിക്കാൻ ഈ സബ്ജക്റ്റ് പൂർത്തിയാകാൻ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ പേരാണ് സൂറത്ത് ബഖറ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റിനെ കുറിച്ച് പറയും. സൂറത്ത് ബഖറയിൽ 2-ാം അധ്യായം 278 വചനം ഇറങ്ങി. ഒന്നുകൂടെ കേട്ടോ, 2-ാം അധ്യായം സൂറത്ത് ബഖറ 278. അല്ലാഹ് പലിശ ഹറാമാക്കി എന്ന് പറയുന്ന ആയത്ത്. അല്ലാഹ് പലിശ ഹറാമാക്കി എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങിയപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എണീറ്റു. സ്വിച്ചിട്ട പോലെ ചോദിച്ചു, മോനെ മുഹമ്മദേ, അല്ലാഹുവിന്റെ റസൂലേ, പലിശ ഹറാമാക്കിയോ? എനിക്ക് ലക്ഷക്കണക്കിന് പലിശ കിട്ടാണ്ട് പോനെ, എന്റെ മുതലെങ്കിലും എനിക്ക് വാങ്ങിക്കൂടെ? നബി പറഞ്ഞു, അതേടാപ്പാ, നിങ്ങൾക്ക് നിങ്ങളുടെ മുതല് വാങ്ങാം, പലിശ വാങ്ങാൻ പാടില്ല. അപ്പ ലക്ഷക്കണക്കിന് പലിശ കിട്ടാണ്ടായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഈ ആയത്ത് കേട്ട പറഞ്ഞു, ഇല്ല മോനെ, ഇനി ഏതാപ്പാക്ക് പലിശ വേണ്ട. ഇനി ആരായി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്? അത് അറിഞ്ഞാലേ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവും. സ്വർണം നാണയം കൂട്ടിയിട്ടൊരു സ്ഥലത്ത് വന്നിട്ട് നബീനോട് ജാഹിലിയത്ത് ചോദിക്കണം, ഞാനിതിൽ നിന്ന് കുറച്ചെടുക്കട്ടെ. ഇദ്ദേഹത്തിന്റെ ആർത്തി അറിയാവുന്നതുകൊണ്ട് റസൂൽ പറഞ്ഞു, എടുത്തോളി, നിങ്ങൾക്ക് ആകുന്ന എടുത്തോളി. അങ്ങനെ നബി ഉപയോഗിച്ച പദം തന്നെ, നിങ്ങൾക്ക് ആകുന്ന എടുത്തോളി. അദ്ദേഹം ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയം എടുത്ത് പൊന്തിക്കാൻ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് പൊന്തില്ല. മോനെ ഒന്ന് പിടിക്കുകയാണ്. ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങളോട് പറഞ്ഞു? നിങ്ങൾക്ക് ആകുന്ന എടുക്കാനാ പറഞ്ഞത്. ഞാൻ പിടിച്ചില്ല, നിങ്ങൾക്ക് ആകുന്ന എടുത്തോളി. മാന്തി. പിന്നെയും പറയുന്നു, പിടിച്ചിട്ടുണ്ടോ മോനെ? അപ്പോഴും ഒന്നുമില്ല, വീണ്ടും മാന്തി. അങ്ങനെ മാന്തിയിട്ട് അവസാനം എടുത്ത് ഷോൾഡറിൽ വെച്ച് അങ്ങനെ പൊനിഞ്ഞു പോയി. അത്ര ദുനിയാവിനോട് ആർത്തി ഉണ്ടായിരുന്ന, പൊന്നിനോട് ആർത്തി ഉണ്ടായിരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് ഇനി പലിശ വേണ്ടാൻ തീരുമാനിച്ചത് മരണത്തിന് ശേഷം ഒരു ജീവിതം എന്ന് വിചാരിച്ചിട്ടാണ്. ആ സ്വഹാബത്തിനെ അന്ന് തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ സ്വഭാവം, സംസ്കാരം, പെരുമാറ്റം, ജീവിതം, അവർ വിശുദ്ധരായിരുന്നു. അവർ മദ്യപാനം ഉപേക്ഷിച്ചവരാണ്. വ്യഭിചാരം ഉപേക്ഷിച്ചവരാണ്. എല്ലാ ജാഹിലിയത്തിന്റെ അടയാളങ്ങളും ഉപേക്ഷിച്ചവരാണ്. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുകൂടിയത് ഉപേക്ഷിച്ചവരാണ്. ഭാര്യമാരെ മുഖത്തടിക്കാത്തവരാണ്. ഭാര്യമാരെ ചീത്ത പറയാത്തവരാണ്. ഭാര്യമാരുടെ കുട്ടിന് അഭിപ്രായങ്ങൾ പറയാത്തവരാണ്. അതിന് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് ഭാര്യയുമായി ശണ്ട കൂടാത്തവരാണ്. അവരെയൊക്കെ അങ്ങേയറ്റം സ്നേഹിച്ചവരാണ്. ഒരു വനിതയെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഖദീജ ബീവിയെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരു മിനിറ്റ് പറഞ്ഞെടുക്കാം. ഖദീജ ബീവി നബി എന്ത് പറഞ്ഞാലും അനുസരിച്ചിരുന്ന അനുസരണമാണ് പെണ്ണിന്റെ ഏറ്റവും വലിയ. എല്ലാറ്റിനെയും ധിക്കരിക്കുകയും എല്ലാറ്റിനും മോശത്തരം പെരുമാറുകയും. നിങ്ങൾ നോക്ക്, ആ ഗുഹയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ ഒരു വാക്ക്, എന്തിനാ നിങ്ങൾ ഗുഹയിൽ പോയത്? പേടിച്ചു പറക്കാൻ. എന്ത് മുസീബത്താണ്ടായത് ചോദിച്ചില്ല. സമ്മിലൂനി യാ ഖദീജ. ശരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പുതപ്പിട്ട് മൂടലായിരുന്നു എനിക്ക് ആവശ്യമെങ്കിൽ ഗുഹയിൽ നിറങ്ങിയ തൊട്ടുപുറത്ത് ഒരു പുതപ്പ് എനിക്കുണ്ടായിരുന്നോ? മാർക്കറ്റ് പുതപ്പില്ലായിരുന്നോ? പക്ഷെ ജമ്മിലൂനി എന്ന പദത്തിന്റെ അർത്ഥം പുതപ്പിട്ട് മൂടുന്നത് മാത്രമല്ല, എന്നെ ഒന്ന് അണച്ചു ചേർക്കൂ ഖദീജ. അത് അന്യ സ്ത്രീകളോട് പറയാൻ പറ്റുമോ? നബിക്ക് അങ്ങനെ കൂട്ടിപ്പിടിക്കാൻ ഒരുമുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഖദീജയോട് പറഞ്ഞു, ഒന്ന് ഖദീജ ബീവി എന്തെങ്കിലും വേണ്ടിയോ? നബി സമാധാനായപ്പോ എന്തേ ഉണ്ടായത് ചോദിച്ചു. അതാണ് ഒരു ഭാര്യയുടെ കടമ. ഇന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ ഭാര്യ പറയുന്നത്? ഇല്ല, അള്ളാഹുവാണ് ഈ സത്യം, ഒരിക്കലും നിങ്ങളെ അള്ളാഹ് കുഴക്കൂല. നിങ്ങൾ നല്ല മനുഷ്യനാണ്. ഒരു ഭർത്താവിന്റെ നന്മ പ്രശംസിക്കാൻ പോലും ഭാര്യമാർക്കറിയോ? ഭാര്യയുടെ നന്മ പോലും പ്രശംസിക്കാൻ ഭർത്താക്കന്മാർക്ക് കഴിയോ? അവരൊക്കെ ജീവിച്ച അങ്ങനെയാ. സ്വഹാബത്തൊക്കെ ജീവിച്ച അങ്ങനെയാ. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഭാര്യമാരോട് പെരുമാറി അങ്ങനെയാ. ഫാത്തിമയോട് പെരുമാറി അങ്ങനെയാ. രണ്ടാം ഉമർ എന്ന് വിളിക്കപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് പോലും, ഫാത്തിമ, ഈ കുട്ടിയുടെ കയ്യിൽ കാണുന്ന ആപ്പിൾ എന്താണ് ഫാത്തിമ? പൊതുമുതൽ നിന്നാണോ ഫാത്തിമ? ജാഗ്രതയായിരുന്നു.
ഹലാലും തൊയ്യിബും. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നതറിയോ, നമ്മളോട് അള്ള പറഞ്ഞ ഹലാലും തൊയ്യിബും കഴിക്കണം. തൊയ്യിബല്ലാത്ത ഒന്നും നിങ്ങൾ ഒരാളും കഴിക്കരുത്. ഒരു നിരക്ക് ശരീരത്തിന്, കിഡ്നിക്ക്, ഹാർട്ടിന്, ലിവറിന് ഹാനികരമാകുന്ന ഒരു പാനീയവും, സാമ്രാജ്യ ശക്തികൾ വെച്ചിരുന്ന ഒരു നിരക്കുള്ള പാനീയങ്ങളും നമ്മുടെ ഹൃദയത്തെയോ നമ്മുടെ കിഡ്നിയെയോ നമ്മുടെ ആത്മനെയോ ബാധിക്കുന്നത് കഴിക്കരുത്. സ്വന്തം നഫ്സിനെ നിങ്ങൾ കൊല്ലരുത്. അള്ള തന്ന കിഡ്നിയെ നിങ്ങൾ കേടുവരുത്തരുത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ടവരാണ് നിങ്ങൾ. ഡയാലിസിസ് കയറി മരിച്ചു ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. അതുകൊണ്ട് നല്ലത് കഴിക്കണം, നല്ലത് കുടിക്കണം. നിങ്ങളുടെ വസ്ത്രം ഹലാമാകരുത്, ഹലാലാകണം. നിങ്ങളുടെ പാനീയം, നിങ്ങളുടെ വീട്, നിങ്ങളുടെ വാഹനം ഒന്നും പലിശയുമായി ബന്ധപ്പെടരുത്. മക്കളെ, യുവാക്കളെ, പ്രേമവും സല്ലാപവും സോഷ്യൽ മീഡിയയും നമുക്ക് ദുരന്തങ്ങളെ ഉണ്ടാകും. അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾ എന്ത് കണ്ടു, നിങ്ങൾ എന്ത് കേട്ടു, നിങ്ങൾ എന്ത് ചിന്തിച്ചു, ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും നബി കാണുകയും നബി തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും ചെയ്ത സഹാബത്ത്. അബ്ദുള്ളയെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള തുണി നരിയാണ്ട് താഴെ പോകുന്നു. അബ്ദുള്ള കയറ്റി കൊടുത്തു, അദ്ദേഹം കയറ്റി കൊടുത്തു. നബി പറഞ്ഞു കുറച്ചുകൂടെ കയറ്റി കൊടുത്തു, 3 or 4 വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ എന്താണ് നിയമം പറയൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുട്ടാണെങ്കിൽ, കാൽമുട്ടാണെങ്കിൽ, ഇത് നരിയാണിയാണെങ്കിൽ മധ്യഭാഗത്ത് വരട്ടെ അബ്ദുള്ള. എന്നിട്ട് അബ്ദുള്ള പറയാണ്, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഡ്രസ്സ് താഴോട്ട് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു അബ്ദുള്ളയോട് പറഞ്ഞു, അബ്ദുള്ള എത്ര അനുഗ്രഹീതനാണ്. രാത്രി നിസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പഴിച്ചു വെച്ചു. നിസ്കാരത്തിന് സഹാബത്തൊക്കെ ചെരുപ്പഴിച്ചു വെച്ചു. നബി വഴിക്ക് പോയാൽ അങ്ങോട്ട് പോകും. നബി സ്ഥലത്ത് മുദ്രയിച്ചവിടെ മുദ്രയിക്കും. നബിയെ പിൻപറ്റി അവർ ജീവിച്ചു. കാരണം അനുസരിച്ചു. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നബി മുആദിനെ വിളിച്ചു. വിളിച്ചപ്പോ മുആദ് വിളിച്ച് കേട്ടില്ല. നബി ചോദിച്ചു, എന്റെ വിളി കേൾക്കണമെന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ലേ? അനുസരണത്തിന്റെ മേൽ പഠിച്ചു. അനുസരണമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു. അല്ലാഹുവിന്റെ റസൂലുമായിരിക്കണം എന്തിനേക്കാളും വലുത്. ആ റസൂലിനെ വലുതായി കണ്ട് ആ റസൂൽ പറഞ്ഞത് അച്ചനുസരിച്ച്, മനസ്സാ വാചാ കർമ്മണ അനുസരിച്ച്, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റി സ്വർഗം നേടിയ ആ സ്വഹാബത്ത് എത്ര പറഞ്ഞാലും തീരാത്ത മഹാധ്യായമാണ്. ആ സ്വഹാബത്താണ് നമ്മുടെ മാതൃക. ആ സ്വഹാബത്തിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ നടീനടന്മാരെയും റീൽസിൽ വരുന്നവർ വിവരദോഷികളെയും ഒന്നുമല്ല. നമ്മുടെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, ഖദീജത്തുൽ കുബ്രയെ, ഫാത്തിമ ബീവിയെ, ആയിഷ ബീവിയെ, ഉമ്മു കുൽസൂമിനെ, സൈനബിനെ, സൗദാ ബീവിയെ, മറിയം ബീവിയെ, അവരൊക്കെയാണ് നമ്മുടെ മാതൃക. ലോക സ്ത്രീകളിൽ ഏറ്റവും തഖ്വയുള്ള സ്ത്രീ, ഏറ്റവും ഉന്നതയായ സ്ത്രീ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരെ മറിയമാണെന്ന് സൂറത്ത് ആൽ ഇംറാൻ 42-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് സ്വഹാബ വനിതകളെയും സ്വഹാബികളെയും സ്വീകരിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശക്തൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിൽ സുന്നത്ത് അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. സ്വഹാബത്തിന്റെ ഈമാനും സ്വഹാബത്തിന്റെ ഇഖ്ലാസും സ്വഹാബത്തിന്റെ നബി സ്നേഹവും കരഗതമാക്കി അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയപ്പോൾ ബോധരഹിതനായി വീണ ഉമറിനെ പോലെ അത്രമേൽ നബിയെ സ്നേഹിക്കാൻ നമുക്ക് സാധ്യമാകുമാറാകട്ടെ. അല്ലാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ഉൾക്കൊള്ളാൻ, സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ, അവരുടെ മാർഗം പിൻപറ്റി ജീവിക്കാൻ, അവരുടെ മാർഗത്തിനെതിരായി സ്വീകരിച്ച് നരകത്തിൽ പോകാതിരിക്കാൻ നിതാന്ത ജാഗ്രത പുലർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വരാനിൽ അള്ളാഹു നമ്മളോടൊപ്പമുണ്ട്, ബേജാറില്ല. അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹനെ നമ്മൾ സഹായിച്ചാൽ അള്ളാഹ് നമ്മളെയും സഹായിക്കും. സൂറത്ത് മുഹമ്മദിൽ അള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന സജ്ജനങ്ങളിൽ നാം ചേരുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഫലസ്തീനിലും ചെച്ചനിയയിലും കൊസഡോവയിലും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. ക്രൂരന്മാരായ ഭരണാധികാരികളുടെ
കരങ്ങൾക്ക് അല്ലാഹു കൂച്ചുവലും നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു സൽബുദ്ധി നൽകുമാറാകട്ടെ. നബിയുടെ അനുചരന്മാർ സ്വഹാബികളുടെ പാത പിൻപറ്റി സ്വർഗാവകാശികളായ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله وسلم على نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.